ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി മേഗൻ 2.0 എന്ന് പറഞ്ഞൊരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മേഗൻ എന്ന് പറഞ്ഞിട്ട് 2022 ഇറങ്ങിയ അതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഇതിനു മുന്നേ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അതിനുശേഷം ഈ ഒരു സെക്കൻഡ് പാർട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കഥ എന്താണ്, കാര്യങ്ങൾ എന്താണെന്നെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സ്റ്റോറിയെ പറ്റി വേറെ ഒന്നും പറയുന്നില്ല, കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ ഒരു ലൈക്കും, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു 3 മാസത്തിന് ശേഷം ഇപ്പോൾ കഥ തുടങ്ങുമ്പോൾ ഏതോ ഒരു ടെററിസ്റ്റ് ക്യാമ്പ്, അതിനകത്തേക്ക് മുഖമെല്ലാം മറിച്ചിട്ട് ആരെയും ഒരാളിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് കൊണ്ടുവന്ന അയാളുടെ പാസ്പോർട്ട് എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കാണ് അതൊരു പെണ്ണാണ്, അവളുടെ പേര് അമേലിയ. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം അവിടെ നടക്കുമ്പോഴത്തേക്കും ഒരു US ആർമി കേണലിനെയാണ് കാണിക്കുന്നത്, അയാളുടെ പേര് സാറ്റ്ലർ. ഇപ്പൊ അയാൾ കണ്ടുപിടിച്ച പുതിയൊരു റോബോട്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ അടുത്തിരിക്കുന്ന ബാക്കിയുള്ള ഉദ്യോഗസ്ഥരോട് അയാൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതൊരു മിലിറ്ററി ഓപ്പറേഷനിൽ നമുക്ക് നല്ലതുപോലെ അതിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇവിടെ പിടിച്ചുകൊണ്ട് വന്നല്ലോ അമേലിയ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ്. അവളെ ഇവർ ഷൂട്ട് ചെയ്ത് കൊന്നതിന് ശേഷം ഇപ്പോൾ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോകാൻ എന്തിനാന്ന് വെച്ചാൽ അവിടെ ഇട്ട് കത്തിക്കാൻ വേണ്ടി. അങ്ങനെ ആ ഒരു മുറിയിലേക്ക് കൊണ്ടിട്ട് അവർ ആ ഒരു ഡോർ ഉടച്ച് അവിടെ നിന്ന് പോകുന്നതും കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു പെണ്ണിന്റെ കൈ രണ്ടും വളഞ്ഞ്, അതേപോലെ തന്നെ കാലുകൊണ്ട് ആ ഒരു വിലം കണ്ടല്ലോ അതും പൊട്ടിച്ചിട്ട് അവൾ കറങ്ങി അങ്ങ് എഴുന്നേൽക്കാണ്. ഇവിടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് സ്റ്റാലർ എന്ന് പറഞ്ഞിട്ട് അവനുണ്ടാക്കിയ ആ ഒരു റോബോട്ട് ഉണ്ടല്ലോ, ആ ഒരു റോബോട്ട് വേറെ ആരുമല്ല അമേലിയ എന്ന് പേരുള്ള ഈ ഒരു റോബോട്ടാണ്. അങ്ങനെ അത് കഴിഞ്ഞ അമേലിയ അവിടെ നിന്ന് ഇപ്പോൾ മറ്റൊരു മുറിയിലേക്ക് ചെന്നിട്ട് അവിടെ ഈ ഒരു പാചകം ചെയ്യുന്ന ഒരാളുണ്ട്, അയാളുടെ പുറകെ ഇങ്ങനെ ചെന്ന് നിൽക്കുന്നതും ഇയാൾ ആരോ പുറകിലുണ്ടെന്ന് മനസ്സിലാക്കി കത്തിയെടുത്ത് വീശുമ്പോൾ അവൾ അങ്ങനെ കൈകൊണ്ട് തടഞ്ഞിട്ട് അയാളുടെ തലയിലേക്ക് ഒരു ഒറ്റയിടി, സത്യം പറയാലോ അയാളുടെ തല തെറിച്ചങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള എന്തൊക്കെയോ കെമിക്കലും എടുത്ത് നേരെ ഈ ഒരു തീവ്രവാദികളുടെ നേതാക്കന്മാരെല്ലാം ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് അവർക്ക് എല്ലാവർക്കും കുടിക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കാണ്. അപ്പൊ അതിലൊരാൾ അതെടുത്ത് കുടിക്കുന്നതും അതെന്തോ കെമിക്കൽ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് ഛർദ്ദിച്ച് താഴെ വീഴുന്നതും ബാക്കി എല്ലാവരും അമേലിയ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അവൾ എല്ലാവരെയും അടിച്ചു കളഞ്ഞിട്ട് അതേപോലെ തന്നെ ഒരു തോക്കും പിടിച്ച് ആ ഒരു തോക്ക് ഉപയോഗിച്ച് ഓരോരുത്തരായിട്ട് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇപ്പൊ അതിൽ ഒരുത്തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ അവൻ പെട്ടെന്ന് ഒരു ബോംബ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടാണ് പറയുന്നത്, നീ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നീയും മരിക്കും, അതുകൊണ്ട് നീ എന്താണോ ചോദിക്കുന്നത് അതിന് മറുപടി ഞാൻ തരാന്ന് പറയുമ്പോൾ നവീൻ ത്രിപാഠി എന്ന് പറഞ്ഞ ആൾ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, ശരി ബാ ഞാൻ നിന്നെ അവിടേക്ക് കൊണ്ടുപോകാന്നിങ്ങനെ പറയുന്നത് അതിനു മുന്നേ തന്നെ ആ ബോംബിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അവൻ പൊട്ടിത്തെറിച്ചങ്ങ് പോകുന്നു. റോബോട്ട് ആയതുകൊണ്ട് അവൾക്കൊന്നും സംഭവിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവൾ അന്വേഷിച്ചു വന്ന ഒരു സയന്റിസ്റ്റ് ആണ്, അവന്റെ മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ സാലർ ഈ ഒരു കാര്യങ്ങളെല്ലാം അവളുടെ ആ ഒരു ക്യാമറ കണ്ണുകളിലൂടെ കാണുന്നുണ്ട്. അങ്ങനെ അത് കണ്ട് അവിടെയുള്ള എല്ലാവരും കൈയടിക്കുമ്പോഴത്തേക്കാണ് സ്റ്റാലർ പറയുന്നത്, ദേ ഇത് വേറൊരു പരീക്ഷണം മാത്രമാണ്, ഇതുപോലെ പല സാഹചര്യങ്ങളിലും നമുക്ക് അവളെ യൂസ് ചെയ്യാൻ കഴിയും എന്നെല്ലാം പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്നൊരു വെടിവെച്ച് കേൾക്കുന്നു. എന്താണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് അവരുടെ ടീം പറയുന്നത്, സാർ അവൾ ത്രിപതിയെ ഷൂട്ട് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ സ്റ്റാലർ പറയും അവളെ പെട്ടെന്ന് കൺട്രോളിലാക്കാൻ പറയുമ്പോൾ, സോറി സാർ ഞങ്ങൾക്ക് അവളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെന്താ അവളെ ആരാ കൺട്രോൾ ചെയ്യുന്നേ, ഇതാരെങ്കിലും ഹാക്ക് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയാൻ കഴിയുന്നില്ല. ഇപ്പൊ അമേലിയ അതിനകത്തുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അവിടുന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും സ്റ്റാലർ പെട്ടെന്ന് മൈക്കെടുത്ത് അമേലിയോട് സംസാരിക്കും, അമേലിയ നീ നിന്റെ നിയമങ്ങളെല്ലാം ലംഘിക്കുകയാണ്, അതുകൊണ്ട് ഉടനെ തന്നെ നീ ഞങ്ങളുടെ പരിധിക്കുള്ളിൽ വരണമെന്ന് പറയുമ്പോൾ അമേലിയ അങ്ങനെ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് ഇപ്പൊ അവിടെയുള്ള ആ ഒരു സിസ്റ്റം മുഴുവനായിട്ട് അവൾ കൺട്രോൾ ചെയ്ത് ഇത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിരിക്കും, ആ ഒരു AI റോബോട്ട് ഇനി എന്തായാലും അവരുടെ കൺട്രോളിലല്ലാന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞ് 2 വർഷങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോൾ, സോറി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ 2 മാസങ്ങളല്ല, നമ്മുടെ മേഘന്റെ ആ ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ട് ഒരു 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സ്റ്റോറി കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ജെം ആ ഒരു AI റോബോട്ടായിട്ടുള്ള നമ്മുടെ മേഘന ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു പ്രശ്നമെല്ലാം എല്ലാവരും അറിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ജെമ ഒരു എഴുത്തുകാരിയായിട്ടും അതേപോലെ തന്നെ ഒരു സൈബർ സുരക്ഷാ വിദഗ്ധനായിട്ടുള്ള ക്രിസ്ത്യൻ ബ്രാഡ്ലി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അയാളോടൊപ്പം ചേർന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിനെ എങ്ങനെ കൺട്രോളിലാക്കി കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് അവളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ജെമ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഇപ്പോൾ നമ്മുടെ കുട്ടികളെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവരുടെ ഡോപ്പോമൈൻ മാറി അവർ അതിന്റെ കൺട്രോളിലായിട്ട് മാറുകയാണ്. നിങ്ങളൊരു കുട്ടിക്ക് ഡ്രഗ് കൊടുക്കാത്തതുപോലെ തന്നെ ഒരിക്കലും ഒരു സെൽഫോണും അവരുടെ കയ്യിൽ കൊടുക്കരുത് എന്നാണ് അവളിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇതിനു മുന്നേ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് നമ്മുടെ ജെമയും അതേപോലെ തന്നെ ക്രിസ്ത്യൻ ബ്രാഡ്ലിയും മേഘനെ പോലെ ഒരു AI-നെ ഇനി ലോകത്ത് കൊണ്ടുവരരുത് എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതിനുള്ള വർക്കുകളാണ് ഇവർ ചെയ്യുന്നത്. അതുമല്ല ജെമയാണെങ്കിൽ ഇപ്പോൾ പുതിയൊരു മെഷീൻ കണ്ടുപിടിക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു റോബോട്ടിന്റെ പാർട്ടുകൾ ഇവരുടെ ശരീരത്തിൽ തന്നെ വെച്ചിട്ട് അത് വെച്ച് കൺട്രോൾ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആ ഒരു രീതിയിൽ. അപ്പോൾ ഒരു AI-യുടെ സഹായം വേണ്ട, മനുഷ്യനും റോബോട്ടും കൂടി ഒരുമിച്ച് ചേർന്നായിരിക്കും ആ ഒരു കാര്യം ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ക്യാഡി ആണെങ്കിലോ ക്യാഡിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ മേഘനെ കൊണ്ടുവന്നത്.
പക്ഷെ ഇപ്പോൾ നമ്മുടെ ക്യാഡി വലുതായി സ്കൂളിലൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ അവൾക്കൊരു പ്രൊട്ടക്ഷൻ വേണ്ട. കാരണം അവൾ ഈ ഒരു മാർഷ്യൽ ആർട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അവളോട് ആരെങ്കിലും പ്രശ്നത്തിന് വന്നു കഴിഞ്ഞാൽ തക്കതായിട്ടുള്ള മറുപടി അവൾ കൊടുത്തിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ കോളിനെ ടെസ്റ്റിനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവർ രണ്ടുപേരും ഇവരുണ്ടാക്കുന്ന ആ ഒരു പുതിയ മെഷീൻ ഉണ്ടല്ലോ, ഈ ശരീരത്ത് ഘടിപ്പിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആ ഒരു മെഷീൻ പുതിയൊരു ഇൻവെസ്റ്ററെ കൊണ്ടുവന്ന് അയാൾക്ക് ഇതിനെ പരിചയപ്പെടുത്തി കൊടുക്കാണ്. ഇത് വെച്ചിട്ട് വെയിറ്റ് എടുക്കാൻ കഴിയും. ഇതിനെ ഇപ്പോൾ മനുഷ്യന്റെ ശരീരത്തിലായിരിക്കും ഫിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനും റോബോട്ടും കൂടി ചേർന്ന് അവരുടെ ജോലി കുറച്ചുകൂടി എളുപ്പമാകും. അതുകൊണ്ട് തന്നെ മേഘനെ പോലെ ഒരു പ്രത്യേകം റോബോട്ടിനെ ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ഇൻവെസ്റ്ററിന്റെ മുന്നിലേക്ക് വന്ന് അതിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അറിയാതെ ഈ ഒരു റോബോട്ടിന്റെ കൈ വന്ന് അവന്റെ മുഖത്തേക്ക് ഒരു ഒറ്റയടി. അപ്പൊ അതിലെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ജെമ വന്ന് ആ ഒരു പ്രശ്നം ഇതിലെ കോഡുകളൊക്കെ മാറ്റാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ക്യാഡി അവളുടെ സിസ്റ്റത്തിൽ ഇരുന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, ജമ നിന്നെ ആരോ ഹാക്ക് ചെയ്തിട്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റം കാണിച്ചു കൊടുക്കുമ്പോൾ ഇവരുടെ സോഴ്സ് കോഡിലെ ഒരുപാട് കമാൻഡുകൾ മാറിയിട്ടുണ്ട്. അപ്പൊ ആരോ ഒരാൾ ഇവരെ ഹാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ക്യാഡി ആണെങ്കിലോ ഇപ്പോ ജെമി ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവളും കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്ത് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ആ ഒരു സമയത്താണ് ഇതിനകത്തേക്ക് ആപ്പിൾട്ടൺ എന്ന് പറഞ്ഞ ഒരാളിന്റെ കയറി വരുന്നു. അയാൾ ഒരു കോടീശ്വരനാണ്. അതേപോലെ തന്നെ അയാൾക്ക് ഒരുപാട് നെറ്റ്വർക്ക് കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അയാളുടെ തലയിൽ ഒരു ന്യൂറൽ ചിപ്പ് വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ഇയാൾക്ക് ഈ ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, വെർച്വൽ സ്ക്രീൻ, അതിങ്ങനെ മുന്നിൽ കാണാൻ കഴിയും. അത് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കഴിയും. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ജെമയോട് പറഞ്ഞ് ഇത് കുറച്ചുകൂടി നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ജെമയെ അയാളോടൊപ്പം വർക്ക് ചെയ്യാനായിട്ട് വിളിക്കാണ്. അത് വലിയൊരു ഓഫർ അവൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ജെമ ഒരിക്കലും അത് ചെയ്യാനായിട്ട് തയ്യാറാവത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു AI-നെ ഒരു മനുഷ്യന്റെ തലച്ചോറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന്റെ ബലം എന്താവുമെന്ന് ഒരിക്കലും ആർക്കും പറയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ജെമ അയാളോടൊപ്പം വർക്ക് ചെയ്യാത്തത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരാൾ ഒരു ഹോട്ടലിലേക്ക് 1-2 ബാഗ് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് അയാൾ ഡ്രസ്സെല്ലാം മാറി ആരെയോ വിളിച്ചിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ സംസാരിച്ച് കഴിഞ്ഞ് നേരെ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറി ഇങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഒരു ബാഗിന്റെ സിബ് ഉണ്ടല്ലോ അത് പതിയെ ഇങ്ങനെ തുറക്കുന്നു. അതിനകത്ത് നിന്ന് ഒരു കൈ വെളിയിലേക്ക് വന്ന് അടുത്തുള്ള ബാഗ് തുറന്ന് അതിനകത്ത് നിന്ന് ബാക്കി പാർട്സ് ഇങ്ങനെ എടുക്കാൻ അത് വേറെ ആരുമല്ല, അമേലിയാണ്. അങ്ങനെ അയാൾ കുളിച്ച് തിരിച്ച് ആ ഒരു റൂമിലേക്ക് വരുമ്പോൾ ബാഗ് തുറന്നെടുക്കാണ്. എന്താണെന്നറിയാതെ നിൽക്കുന്നതും അമേലിയ അയാളുടെ പുറകെ വന്ന് അയാളുടെ തല പിടിച്ച് തിരിച്ച് അയാൾ എവിടെ വെച്ച് എന്നെ കൊല്ലുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജെമ നേരെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ ക്രിസ്ത്യൻ ഉണ്ടല്ലോ, അവൻ വന്ന് ജെമയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് വീട്ടിലെ ലൈറ്റുകളെല്ലാം പെട്ടെന്ന് അണഞ്ഞു പോയിട്ട് വീണ്ടും കത്തി വരുമ്പോഴത്തേക്കും ജെമ ക്യാഡിയോട് ചോദിക്കും, ക്യാഡി നീ എന്താ ചെയ്യുന്നത്? ഇല്ല, നമ്മളുടെ സ്മാർട്ട് ഹോമിന്റെ കാര്യം അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ജെമയുടെ വീട് മുഴുവനായിട്ടും ഈ ഒരു സ്മാർട്ട് കണക്ടിവിറ്റിയാണ്. എല്ലാ കാര്യങ്ങളും ഒരു AI പോലെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ക്യാഡി നേരെ അവളുടെ റൂമിലേക്ക് ചെന്ന് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ട് അതെടുത്ത് വെച്ച് കുറച്ചു നേരം നോക്കിയിട്ട് അതിന്റെ മുകളിൽ ഒരു സ്വിച്ചിൽ പിടിച്ച് ഞെക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഒരു ടാബ്ലറ്റ് ആയിട്ട് ഇങ്ങനെ മാറുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് അവൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജെമ അകത്തേക്ക് കയറി വരുന്നതും ഇവൾ ആ ഒരു ഫോട്ടോ എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കും. അപ്പോഴാണ് ജെമ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, ക്യാഡി നമ്മൾ പല കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നിട്ടാണ് നമുക്കിടയിൽ ഈ രഹസ്യം. നമ്മൾ രണ്ടുപേരും പരസ്പരം എല്ലാ കാര്യം തുറന്നു പറയണമെന്ന് പറയുമ്പോൾ അവൾ എതിർത്ത് കാണിക്കുമ്പോഴത്തേക്കും അവളുടെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ ആണ് കാണുന്നത്. അപ്പോൾ ജെമയ്ക്ക് അറിയത്തില്ല ഇതൊരു ടാബാണെന്ന്. അതുകൊണ്ട് തന്നെ ജെമ പറയും, ഏയ് ഇതാണ് ഒളിപ്പിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് അവളെ പിടിച്ച് സമാധാനിപ്പിച്ചിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേക്കും നമ്മുടെ ജെമ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അവളുടെ റൂമിലെ ആ ഒരു AI അസിസ്റ്റന്റ് ഉണ്ടല്ലോ അത് പതിയെ ഇങ്ങനെ തിരിയുന്നു. കാരണം നമ്മുടെ മേഘനെ ഇല്ലാതാക്കിയതിനു ശേഷം ഈ ഒരു കാര്യം പതിയെ അനങ്ങിയത് നമുക്കറിയാം. അങ്ങനെ ജെമ കണ്ണു തുറന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ TV ഓൺ ആവുന്നു. അവൾ റിമോട്ട് എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ആ ഒരു TVയിലൊരു ന്യൂസ് ഇങ്ങനെ ഓടുന്നുണ്ട്. അതിൽ അയാൾ പറയുന്നത്, ഹേയ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് അതിലേക്ക് തുടരുത് എന്ന് പറഞ്ഞ അടുത്തൊരു സീൻ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൽ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു അപകടത്തിലാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോയേ പറ്റൂ. അപ്പോൾ ആരോ വീടിനകത്ത് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ജെമ പതിയെ താഴേക്ക് ഇറങ്ങി നിന്ന് നോക്കുമ്പോൾ ആ ഒരു ക്ലീൻ ചെയ്യുന്ന റോബോട്ട് ഉണ്ടല്ലോ അതിങ്ങനെ സ്റ്റാർട്ടായി ആ ഒരു ഫ്ലോർ മുഴുവനായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് വെളിയിൽ എന്തോ ശബ്ദം കേട്ടിട്ട് ജെമ പെട്ടെന്ന് ഫോൺ എടുത്ത് 911 കോൾ ചെയ്തിട്ട്, സാർ ഞങ്ങളുടെ വീട്ടിലേക്ക് ആരോ അതിക്രമിച്ച് കയറുന്നുണ്ട് എന്ന് പറയുന്നത് അതിൽ തിരിച്ചയാൾ സംസാരിക്കുന്നു. അപ്പോൾ നീ എന്താ ചെയ്യാൻ പോന്നേ? എന്ത്? അതെ, ഒരു ചെറിയ കുട്ടിയെ പോലെ വെറുതെ പേടിക്കാതെ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നോക്ക് എന്ന് പറഞ്ഞ ആ ഒരു ശബ്ദം അങ്ങ് മാറുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ മേഘനാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നിന്റെ മരുമകൾ മുകളിലാണ്, ഉടനെ തന്നെ ഇവിടേക്ക് പോലീസ് വരാൻ പോകുന്നു, നീ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഇതെല്ലാം കേട്ട് ജെമ പേടിക്കുമ്പോഴത്തേക്കും അതെ ഇത് ഞാൻ തന്നെയാണ്, കേട്ട് പേടിക്കൊന്നും വേണ്ട, ഇപ്പോൾ നിനക്കറിയാം വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ വീടിനകത്തേക്ക് ആരോ കയറാൻ ശ്രമിക്കുന്നു. ആ ഡോറിൽ ഇങ്ങനെ പിടിച്ച് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ശബ്ദം കേട്ട് നമ്മുടെ ക്യാഡി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ജെമ പറയും, ഓക്കെ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകുന്നു പറഞ്ഞ്
ഇവര് രണ്ടുപേരും മുകളിലേക്ക് കയറാൻ വരുമ്പോൾ മുകളിൽ നിന്നും ആരോ ഒരാൾ താഴേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജമ ക്യാഡിയെ പിടിച്ച് അടുത്തുള്ള ആ ഒരു ടേബിളിനടിയിലേക്ക് ഒന്ന് ഒളിച്ചിരിക്കും. അപ്പോൾ രണ്ടുപേരും ആകെ പേടിച്ചേനിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അതുപോലെ ഇവിടെ മേഘൻ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കാര്യം എന്തായാലും നമുക്കറിയാം എങ്ങനെയാവുമെന്ന്. പക്ഷേ മേഘൻ ഇപ്പോൾ ഒരു ശരീരമില്ല. അതുകൊണ്ട് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മേഘൻ ഈ ഒരു വീടിനകത്തുള്ള സ്മാർട്ട് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് ഇവരെ രക്ഷിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത് പോലീസുകാരാണ്. അപ്പൊ ആ ഒരു പോലീസുകാരൻ പെട്ടെന്ന് നമ്മുടെ ജമയെ കണ്ടുപിടിച്ച്, മേഡം നിങ്ങൾ എത്രയും പെട്ടെന്ന് വെളിയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ ഈ ഒരു ടേബിളിന്റെ ഡ്രോയർ തുറക്കുമല്ലോ, അതെല്ലാം കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. അതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്ന ആ ഒരു പോലീസുകാരനെ ഇടിച്ചങ്ങ് താഴെക്കിടും. അങ്ങനെ അയാൾ താഴെ വീഴുന്നതും ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് പോകാനായിട്ട് വരുമ്പോൾ നമ്മുടെ ക്യാഡിയെ ഒരു പോലീസുകാരൻ പിടിച്ച് അവളെ മയക്കാൻ വേണ്ടി ഒരു മരുന്ന് കുത്തിവെക്കാനായിട്ട് വരുന്നതും പെട്ടെന്ന് വേറെ പോലീസുകാരുടെ ശബ്ദം എന്താണെന്ന് നോക്കുമ്പോഴത്തേക്ക് അത് ടി വിയിലാണ് ആ ഒരു സീൻ പ്ലേ ആവുന്നത്. ഇയാൾ അത് ശ്രദ്ധിക്കുമ്പോൾ ക്യാഡ് ഇവിടുന്ന് തിരിഞ്ഞു നിന്ന് അയാളെ ഒരു ഒറ്റ ഇടി എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നതും അയാൾ ഓടി വരുന്ന സമയത്ത് അവിടെയുള്ള ആ ഒരു വോയിസ് അസിസ്റ്റ് അതങ്ങനെ തിരിഞ്ഞ് ഈ ഒരു ഫ്രിഡ്ജിലേക്ക് നോക്കുമ്പോൾ കുറെ ഐസ് നേരെ താഴേക്കൊന്ന് വീഴും. അങ്ങനെ ഐസിലേക്ക് ചവിട്ടിയിട്ട് ഇയാൾ തല കീഴായിട്ട് മറിഞ്ഞങ്ങ് വീഴുന്നു. നോക്കുമ്പോഴത്തേക്കും അടുത്തൊരു പോലീസുകാരൻ ഓടി അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ക്യാഡി അടുത്ത് കിടക്കുന്ന ആ ഒരു പോലീസുകാരന്റെ കയ്യിൽ നിന്നും ഈ ഒരു ഷോക്ക് അടിപ്പിക്കുന്ന ഗണ്ണുണ്ടല്ലോ, അത് വെച്ച് അയാളെ ഷൂട്ട് ചെയ്യുന്നതും പെട്ടെന്ന് മുകളിൽ നിന്നും ഈ ഒരു തീ കത്തുമ്പോഴത്തേക്കും അണയ്ക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു പൈപ്പ് അത് പൊട്ടിയിട്ട് ഈ ഒരു വെള്ളം ഇതിലേക്ക് വീഴുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഷോക്ക് അടിച്ചിട്ട് അയാൾ താഴേക്ക് വന്ന് വീഴും. അങ്ങനെ ഇതുകൂടിയാവുന്നതും ഇവർ രണ്ടുപേരും ഓടി മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അടുത്തൊരു പോലീസുകാരൻ ഓടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മേഘൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ക്ലീൻ ചെയ്യുന്ന റോബോട്ടുണ്ടല്ലോ, അതിനെ ഓടിച്ചു വിടുന്നതും അതിൽ ചവിട്ടി ഇയാൾ നേരെ താഴേക്ക് വന്ന് വീഴും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പോലീസുകാരനും കൂടി അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് പതിയെ മുകളിലേക്ക് വരും. മുകളിലേക്ക് നടന്നു വന്ന് ആ റൂമിൽ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരെ കാണുന്നില്ല. അങ്ങനെ അയാൾ ആ ഒരു കട്ടിലിനടുത്തേക്ക് വന്ന് നോക്കുന്നതും പെട്ടെന്ന് ആ ഒരു കട്ടില് അയാളെയും കൊണ്ട് നേരെ അടുത്തുള്ള ആ ഒരു അലമാരയ്ക്കകത്തേക്ക് കയറി അടഞ്ഞങ്ങിരിക്കുന്നു. അപ്പോൾ അയാൾക്ക് അനങ്ങാൻ കഴിയത്തില്ല. അപ്പോഴാണ് ആ ഒരു പോലീസുകാരൻ പറയുന്നത്, ഹേയ് നിങ്ങൾ പോലീസിനെ വിളിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ തന്നെയാണ് പോലീസ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ സ്റ്റാലർ എന്ന് പറഞ്ഞിട്ട് അയാളുണ്ടല്ലോ, ആ ഒരു US ആർമിയിലുള്ള അയാളാണ് നമ്മുടെ ജമയെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ടാണ് അയാൾ അമേലിയെ പറ്റിയുള്ള കുറച്ച് പേപ്പറുകളും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടേക്ക് വെച്ചിട്ട്, ഇതാണ് അമേലിയ, ഞങ്ങളൊരു ദൗത്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു റോബോട്ടാണ്. പക്ഷേ അവൾ ഒരിക്കലും ഇപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഇപ്പൊ US-ന്റെ ആ ഒരു സെർവറിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നത് ഈ ഒരു ആൻഡ്രോയിഡ് ആണ് എന്ന് പറയുമ്പോൾ ജമ പറയും, ഏയ് ഇതിവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, സത്യത്തിൽ ഈ ഒരു റോബോട്ടിന് വേണ്ടിയിട്ട് അതിന്റെ ഡേറ്റാസ് എല്ലാം ഒരു ബ്രോക്കറിൽ നിന്നാണ് കിട്ടിയത്. പക്ഷെ ആ ഒരു ബ്രോക്കർ ഇപ്പോൾ മരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അയാളുടെ സ്ഥലങ്ങൾ തിരക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ഫയൽ ഇതാണെന്ന് പറഞ്ഞ് ഇവർ മേഘനെ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ, അതെടുത്ത് ഇങ്ങനെ കാണിക്കുന്നു. കാരണം മേഘനെ ഉണ്ടാക്കാൻ ശ്രമിച്ച അതേ രീതിയിൽ തന്നെയാണ് അമേലിയ എന്ന് പറഞ്ഞ ആ ഒരു റോബോട്ടിനെ ഇവർ ഉണ്ടാക്കിയത്. അപ്പൊ ഇത് കേൾക്കുന്ന നമ്മുടെ ജമ പറയും, ഇല്ല, മേഘനെ പറ്റിയുള്ള എല്ലാ ഡ്രൈവുകളും ഞങ്ങൾ അപ്പോൾ തന്നെ ഡിലീറ്റ് ആയി കളഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ അയാൾ പറയും, അതെ അതെ ഞങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾ അത് വിറ്റതിന് ശേഷം എന്താണ് സംഭവിച്ചെന്നറിയാം എന്ന് പറയുമ്പോൾ നമ്മുടെ ജമയുടെ ഫോണിലേക്ക് ആരും മെസ്സേജ് അയക്കുന്നു. എടുത്തു നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, മേഘനാണ്. കാരണം അവൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാം. എന്നിട്ട് ജമയോട് ചോദിക്കും, ജമ നിങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം ആർക്കാണ് വിറ്റത്, റഷ്യക്കോ അതോ ചൈനയ്ക്കോ, ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ ജമ ഒന്നും മിണ്ടാതിരിക്കും. അപ്പോൾ അവളുടെ ഫോൺ വീണ്ടും ഈ ഒരു മെസ്സേജ് ഇങ്ങനെ വരുന്നതും അയാൾ പെട്ടെന്ന് ആ ഒരു ഫോൺ വാങ്ങി നോക്കുമ്പോൾ ഇപ്പോൾ മെസ്സേജ് ഒന്നും കാണുന്നില്ല. കാരണം നമ്മുടെ മേഘൻ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് നമുക്കറിയാലോ. അതുമല്ല നമ്മുടെ ജമയെ പറ്റിയുള്ള ആ ഒരു നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളതാണ്. അതുമല്ല അവൾക്ക് എങ്ങനെ ഇവിടെ ഒരു വീട് കിട്ടി, അവളുടെ ബുക്കുകളെല്ലാം എങ്ങനെ വിറ്റ് പോകുന്നു എന്നുള്ള കുറേ സംശയം അയാൾക്കുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ജമയോട് ഇപ്പോൾ അയാൾ ചോദിക്കും. അതുകൊണ്ട് തന്നെ ഇയാൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ അതുപോലെ തന്നെ വേറൊന്ന് ഉണ്ടാക്കാനായിട്ടാണ്. പക്ഷേ ജമ ഒരിക്കലും അത് ചെയ്യത്തില്ല. കാരണം നമ്മുടെ കൺട്രോളിൽ നിന്ന് അത് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയും, അമേലിയ അതുപോലെ തന്നെയാണ്, അവളെ ഉണ്ടാക്കിയത് ആരൊക്കെയാണോ അവരെല്ലാവരും ഇപ്പോൾ മരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഒരുപക്ഷെ നീയും അതിൽ ഉൾപ്പെടാം. അതുകൊണ്ട് നീ എപ്പോഴും ഞങ്ങളുടെ ആ ഒരു നിരീക്ഷണത്തിലായിരിക്കും. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും അത് കഴിഞ്ഞ് നമ്മുടെ ജമ ഈ ഒരു റൂം മുഴുവനായിട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കാണ് TV-യിൽ നമ്മുടെ മേഘനെ കാണാൻ കഴിയുന്നു. അപ്പോൾ ജമ പറയും, ഓ അപ്പോൾ എല്ലാ സമയവും നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മേഘൻ പറയും, അതെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, പലയിടങ്ങളിൽ ഞാൻ പോയി. അപ്പോൾ ജമ പറയും, അങ്ങനെയാണെങ്കിൽ നീയാണോ അമേലിയ, നീയാണോ അവളെ നിർമ്മിച്ചതെന്ന് ചോദിക്കുമ്പോൾ സോറി, ആ ഒരു ക്രെഡിറ്റ് എടുക്കാൻ മാത്രം എന്നെ കൊണ്ട് കഴിയത്തില്ല, ഒരുപക്ഷെ നീ കാരണവും അത് സംഭവിച്ചിരിക്കാം എന്ന് പറയുമ്പോൾ ജമ പറയും, അല്ല നീ എന്തിനാ ഇപ്പോഴും ഇവിടെ ഉള്ളത്, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാണ് എന്നെ ഉണ്ടാക്കിയതെന്ന് അതേപോലെ തന്നെ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്താണെന്നും എനിക്കറിയാം. അപ്പോൾ ജമ പറയും, അതെ നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചു, അതേപോലെ തന്നെ നീ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നറിയോ. അപ്പോൾ മേഘൻ പറയും, അതെ ഞാൻ കുറച്ച് അസ്വസ്ഥനായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെയെല്ലാം ചെയ്തത്. പക്ഷെ ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഇനിയും അതുപോലെ ആവുമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ജമ പറയും, അതിന് നീ ഒരു വ്യക്തിയല്ല, നീ വെറൊരു പ്രോഗ്രാമാണ്. ഞാൻ ചെയ്തത് കുറച്ച് മിസ്റ്റേക്ക് ആയിപ്പോയി,
അങ്ങനെയാണ് നീ ഈ ഒരു രീതിയിൽ മാറിപ്പോയത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ മേഘൻ ഇപ്പോൾ ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതുപോലെ ഈ ഒരു 2 വർഷം മേഘൻ ഇവരോട് ആരോടും മിണ്ടാതെ ഈ ഒരു അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം അമേലിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും മേഘനും അറിയാം. പക്ഷെ നമ്മുടെ മേഘന് ഇതുപോലെ ഒരു ബോഡി ഇല്ലാതെ ഒരിക്കലും നിൽക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജെമയുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കുകയാണ്. എന്നെ ഇപ്പോൾ ഒരു ശരീരത്തിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അമേലിയുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ സഹായിക്കാന്ന് പറയുമ്പോൾ ജെമ പറയും അത് ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന്. അപ്പോൾ മേഘൻ പറയും ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആര് കാരണമാണ് ഒരുപാട് പേര് മരണപ്പെടുന്നത്. അതുകൊണ്ട് ഗവൺമെന്റിന് പോലും അമേലിയെ പറ്റി അറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാം. അവളെ എങ്ങനെ നിർത്തണമെന്നും എനിക്കറിയാം. അപ്പോൾ ജെമ ചോദിക്കും അല്ല നീ എന്തിനാ ഞങ്ങളെ സഹായിക്കുന്നേ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ മേഘന് പെട്ടെന്ന് വിഷമം വന്നിട്ട് നിങ്ങൾ എന്നെ പ്രോഗ്രാം ചെയ്തത് ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ മേഘൻ ചോദ്യം ശരി ഇപ്പോൾ നീ എന്നോടൊപ്പമാണോ അതോ എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ലേ എന്ന് ചോദിക്കുന്നതും അടുത്ത ദിവസം തന്നെ ജെമ ടെസ്സിനെ വിളിച്ചിട്ട് നേരെ ഈ ഒരു റൂമിനകത്തേക്ക് കൊണ്ടുവന്ന് ടെസ്സിനോട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ടെസ് പറയും ഹേയ് ഇതിനു മുന്നേ എന്താണ് സംഭവിച്ചെന്ന് അറിയാലോ, അതുകൊണ്ട് വീണ്ടും ആ ഒരു റോബോട്ടിനെ നിർമ്മിക്കാൻ പോവാണെന്ന് ചോദിക്കുമ്പോൾ ജെമ പറയും നമുക്കിതല്ലാതെ വേറെ വഴിയില്ല, അതുകൊണ്ടാണെന്നും പറഞ്ഞിട്ട് അവസാനം ആ ഒരു പ്രോഗ്രാം എല്ലാം ചെയ്ത് നമ്മുടെ മേഘനെ ഒരു ബോഡിയിലേക്ക് കയറ്റുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇതുപോലുള്ള ഈ ഒരു ചെറിയ റോബോട്ടിനുള്ളിലാണ് മേഘനെ കയറ്റുന്നത്. ഇത് കണ്ടിട്ട് തന്നെ മേഘനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ജെമയോട് ചോദിക്കും ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ജെമ പറയും നീ ഞങ്ങളെ ശരിക്കും സഹായിക്കുന്നുവെന്ന് നീ ഉറപ്പിച്ചാൽ മാത്രമേ നിന്നെ മറ്റൊരു ബോഡിയിലേക്ക് കയറ്റാൻ കഴിയത്തുള്ളൂ. അതുവരെ നീ ഒരു കുഴപ്പമുണ്ടാകത്തില്ലെന്ന് എനിക്ക് വിശ്വാസം വരണം. അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി നിനക്ക് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞുതരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ മേഘൻ കുറച്ചു നേരം തിരിഞ്ഞു നിന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞു ഓക്കെ ഇപ്പൊ അമേലിയുടെ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ പറയും. അങ്ങനെ ഈ ഒരു ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ ഇതിൽ പരിചിതമായിട്ട് എന്തെങ്കിലും കാര്യം കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബാറ്ററി. അവിടെയാണ് നമ്മുടെ മേഘൻ ഒരു കാര്യം കണ്ടുപിടിച്ച് പറയുന്നത് ഈ ഒരു ബാറ്ററി എല്ലാം നിർമ്മിച്ചിട്ടുള്ളത് ആപ്പിൾട്ടൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കമ്പനി ഉണ്ടല്ലോ അവർ ഡിസൈൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്ററിയുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കോഡ് ഉണ്ട്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവളെ നിർത്താനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ജെമ പറയും ഓക്കെ നിനക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയൂ. അപ്പോൾ എമ പറയും അതെ എനിക്ക് ചെയ്യാൻ കഴിയും, ഞാൻ സ്വയം ചെയ്യാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നീ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റോബോട്ടിനുള്ളിൽ എന്നെ കയറ്റി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇതെല്ലാം ചെയ്യും. പക്ഷെ മറ്റൊരു കാര്യമുണ്ട് ജെമ, നിനക്ക് എന്തായാലും അയാളുടെ ഒരു പാർട്ടിയിലേക്കുള്ള ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് അവിടേക്ക് പോയിട്ട് അയാളെ എങ്ങനെയെങ്കിലും വശത്താക്കി അവിടെ കയറാൻ കഴിയുമെന്ന് പറയുമ്പോഴത്തേക്കും ജെമ പറയും ഞാൻ ഇതിനു മുന്നേ തന്നെ അയാളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെ നിനക്ക് മറ്റൊരു മാർഗമുണ്ട്, നീ ഒരു സെക്സി ലേഡി ആയിട്ട് മാറി നല്ലതുപോലെ ഡ്രസ് ചെയ്ത് ഈ ഒരു രീതിയിൽ ഒരുങ്ങിപ്പോയി കഴിഞ്ഞാൽ അയാളെ വശത്താക്കാൻ കഴിയുമെന്നും പറഞ്ഞ് ഒരു ടിപ്പ് നമ്മുടെ മേഘൻ പറഞ്ഞു കൊടുക്കാണ്. അപ്പോൾ വേറെ വഴിയില്ലാതെ അത് കഴിഞ്ഞ് നമ്മുടെ ജെമ അതുപോലെ തന്നെ ഒരുങ്ങി റെഡി ആവുന്നുണ്ട്. എന്നിട്ട് വീട്ടിൽ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ നമ്മുടെ ക്യാഡി ഹേയ് ജെമ നീ എന്താ ഇതുപോലെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലെ വസ്ത്രമെല്ലാം ധരിച്ചിട്ട് നീ എവിടെ പോവാന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇതുപോലെ ഒരു പാർട്ടിയാണെന്നും പറഞ്ഞ് ഈ ഒരു റോബോട്ടിനെ കാണുമ്പോൾ അല്ല ഈ ഒരു റോബോട്ട് ഏതാ എന്ന് ചോദിക്കുമ്പോൾ ജെമ ഒരിക്കലും അത് മേഘനാണെന്ന് പറയത്തില്ല, ഇവളെ സഹായിക്കാനായിട്ടുള്ള ഒരു റോബോട്ടാണെന്ന് മാത്രം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവർ ആ ഒരു പാർട്ടിയിലേക്ക് പോവാണ്. അതേസമയം തന്നെ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്ഥലത്ത് അമേലിയ എന്ന് പറഞ്ഞ ആ ഒരു റോബോട്ടും ഉണ്ട്. അവളിപ്പോൾ വേഷമെല്ലാം മാറി ഇതുപോലെ കുറച്ച് സെക്സി ആയിട്ട് വസ്ത്രമെല്ലാം ധരിച്ചിട്ട് ആ ഒരു പാർട്ടിയിലേക്ക് പങ്കെടുക്കുന്നു. അങ്ങനെ ആ ഒരു പാർട്ടിയിലേക്ക് ചെന്നിട്ട് നമ്മുടെ മേഘൻ പറയുന്നത് പോലെ തന്നെ ജെമ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവളെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോവാണ്. അതേസമയം അവിടെ നമ്മുടെ അമീലിയ ഈ ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു ആപ്പിൾട്ടൺ എന്ന് പറഞ്ഞിട്ട് അയാളുണ്ടല്ലോ അയാളിപ്പോൾ ഈ ഒരു പാർട്ടിയിൽ എല്ലാവരോടും സംസാരിച്ച് ഡാൻസ് എല്ലാം കളിച്ചിട്ട് നേരെ നടന്ന അവസാനം അമേലിയയുടെ മുന്നിലേക്ക് എത്തും. അതുപോലെ അമേലിയയുടെ സൗന്ദര്യം കണ്ടിട്ട് അയാൾ പെട്ടെന്ന് അവളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അമേലിയ ഒരു റോബോട്ടാണെങ്കിലും ഒരു യഥാർത്ഥ പെൺകുട്ടിയെ പോലെ തന്നെ സംസാരിച്ച് അയാളെ മയക്കിയെടുക്കും. അങ്ങനെ ഇവിടെ നമ്മുടെ ജെമയെ കാണിക്കുമ്പോൾ ജെമ നടന്നു വരുന്ന സമയത്താണ് അതിനകത്ത് കോൾ നിൽക്കുന്നു. ഹേയ് നീ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവൻ പറയും നിന്റെ ആ ഒരു കമ്പനിയിൽ നിന്നോടൊപ്പം ജോലി ചെയ്തതിനു ശേഷം എനിക്ക് എല്ലാം മതിയായി, അതുകൊണ്ട് ഞാനിപ്പോൾ ഇയാളുടെ ഒപ്പമാണ്, അതുപോലെ എനിക്കിതിനകത്ത് ഈ കാര്യമുള്ള ഒരു കാർഡ് ഉണ്ടെന്ന് പറയുമ്പോൾ ജെമ പറയും കോൾ നമ്മൾ രണ്ടുപേരും ഒരുപാട് വർഷം ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നീ എന്നെ സഹായിച്ചേ മതിയാവുള്ളെന്നും പറഞ്ഞ് അവൻ്റെ ആ ഒരു കാർഡും വാങ്ങി ഇവള് പെട്ടെന്ന് അതിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം ആ ഒരു പോലീസുകാരനുണ്ടല്ലോ അയാളും അയാളുടെ കൂടെയുള്ള ഒരുപാട് പേര് കണ്ട് നമ്മുടെ ജെമയെ ഫോളോ ചെയ്ത് അയാളും പോകുന്നു. അതേസമയം ഇവിടെ അമേലിയയും അതേപോലെ തന്നെ ആൾട്ടനെ കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അമേലിയ പറയും നമുക്ക് കുറച്ച് പ്രൈവസി ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയാലെന്ന് ചോദിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് ഒരു സ്വിച്ചിലേക്ക് പിടിച്ച് ഞെക്കുന്നതും ഇവരിയ്ക്കുന്ന ആ ഒരു ഭാഗം തിരിഞ്ഞ് ഒരു റൂമിനകത്തേക്ക് പോകുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് ഇയാൾ പതി എഴുന്നേറ്റ് ഇയാളുടെ തലയിൽ ഒരു ചിപ്പ് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം മുഴുവനായിട്ടും സ്മാർട്ടായിട്ട് അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഈ കൈ ഞൊടിക്കുമ്പോൾ ലൈറ്റ് കത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് അമേലിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഡാൻസ് എല്ലാം ഇങ്ങനെ കളിക്കുകയാണ്. അമേലിയാണെങ്കിൽ അയാളെ സ്കാൻ ചെയ്ത് അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം ഇവിടെ ജെമയാണെങ്കിലോ കോളിനെ വിളിച്ചിട്ട് ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതുപോലെ മറ്റൊരു റോബോട്ട് ഉണ്ടായിട്ടുണ്ട്.
അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, അല്ല മറ്റൊരു മേഘനാണോ നീ പറയുന്നത്? അതിൻ്റെ പേര് മേഘൻ എന്നല്ല, അമേലിയ എന്ന് പറഞ്ഞിട്ട് കോളിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇപ്പൊ ഇവര് രണ്ടുപേരും ആൾട്ടന്റെ ആ ഒരു സെർവർ റൂമുണ്ട്, അതിനകത്തേക്ക് കയറിപ്പോവും. അതേസമയം ഇവിടെ ആൾട്ടനെ കാണിക്കുമ്പോൾ അമേലിയായിട്ട് ഒരുപാട് നേരം സംസാരിച്ച അവസാനം അപ്പോഴാണ് ആൾട്ടൻ നമ്മുടെ അമേലിയെ പിടിച്ചിരുത്തിയിട്ട് അവളോട് പറയുന്നത്, ദേ ഈ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവനിപ്പോൾ ഒരു സ്ക്രീനില്ലേ ഈ ഒരു സിറ്റി മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് എന്തോ ഒരു സ്വിച്ചിൽ പിടിച്ച് ഞെക്കുമ്പോഴത്തേക്കും ഈ ഒരു സിറ്റിയിലെ പവർ മുഴുവനായിട്ട് കട്ടായി പോകുന്നു. അപ്പോഴേക്കും താഴെ പല രീതിയിൽ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അയാൾ അതേപോലെ തന്നെ ആ ഒരു പവറെല്ലാം കൊടുക്കുന്നതും ഇപ്പോൾ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അയാളുടെ കയ്യിലുള്ളത്. അതുപോലെ അയാളുടെ കണ്ണുപയോഗിച്ചിട്ടാണ് അതിലേക്ക് ആക്സസ് ചെയ്യുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം അമേലിയോട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവളെ ബെഡിലേക്ക് തള്ളിയിട്ട് അവളിങ്ങനെ കിസ് ചെയ്യാണ്. പക്ഷേ ഒരു റോബോട്ട് ആയതുകൊണ്ട് തിരിച്ച് ആ ഒരു വികാരമൊന്നും കാണിക്കാൻ കഴിയത്തില്ലല്ലോ. അങ്ങനെ തന്നെ കിടക്കും. ഇവിടെ നമ്മുടെ ജെമയാണെങ്കിലോ മേഘനെ കൊണ്ടുവന്ന് അവിടെ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അമേലിയുടെ ആ ഒരു ബാറ്ററിയിൽ ആ ഒരു കോഡ് ഉപയോഗിച്ച് അമേലിയ എവിടെയാണെന്നുള്ള കാര്യം മേഘൻ കണ്ടുപിടിക്കും. എന്നിട്ട് പറയും, അമേലിയ ഇവിടെ തന്നെയുണ്ട്. ഇവിടെയോ? എവിടെ? ഈ ഒരു ബിൽഡിങ്ങിൽ. അങ്ങനെ അവൻ കിസ് ചെയ്തിട്ടും ഒരു ഫീലിംഗും വരാത്തത് കൊണ്ട് അവൻ എഴുന്നേറ്റ് ഹേയ് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ അവള് പെട്ടെന്ന് അവനെ അടുത്തേക്ക് പിടിച്ച് അവന്റെ കണ്ണങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഇവനെ ഒരു ഒറ്റ ചവിട്ടിന് ദൂരേക്കെറിയും. അവൻ താഴെ വീഴുമ്പോഴത്തേക്കാണ് എഴുന്നേറ്റ് അവന്റെ ആ ഒരു സ്ക്രീനിലൂടെ നോക്കുമ്പോൾ അമേലിയ അവന്റെ കണ്ണിന്റെ ആ ഒരു സ്കാനിങ് എടുത്തല്ലോ, അത് വെച്ച് ഇവന്റെ ആ ഒരു ഡേറ്റയെല്ലാം ഇങ്ങനെ സ്കാൻ ചെയ്യുന്നു. എന്നിട്ട് അവൻ പെട്ടെന്ന് സെക്യൂരിറ്റീനെ വിളിക്കുമ്പോഴത്തേക്കും അത് അമേലിയ കൺട്രോൾ ചെയ്ത് അങ്ങ് ഓഫ് ചെയ്യും. അപ്പോൾ ഇവന് മനസ്സിലാവുന്നില്ല ഇവൾ ആരാണെന്ന്. നീ ആരാന്ന് ചോദിച്ചിട്ട് അവൻ പുറകിലേക്ക് തന്നെ നടക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ അമേലിയ ഇപ്പോൾ അവന്റെ തലയിലുള്ള ആ ഒരു ചിപ്പ് തന്നെ കൺട്രോൾ ചെയ്ത് ഇവന്റെ എല്ലാ ഡേറ്റാബേസും നമ്മുടെ അമേലിയെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ ഒരു സ്ക്രീനിലൂടെ അവനെ തന്നെയാണ് അവൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ നേരെ അടുത്തുള്ള ആ ഒരു ബെഡിൽ വീഴുന്നതും അത് പെട്ടെന്ന് ചുറ്റാൻ തുടങ്ങും. അപ്പോഴാണ് ഇവിടെ താഴെ ജെമ ഇപ്പോൾ മേഘനോട് ചോദിക്കുന്നത്, അല്ല അമേലിയ എന്തിനാ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ആപ്പിൾട്ടൺ അവന്റെ ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുമല്ല അവൾ അതിലേക്ക് കയറിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ അമേലിയക്ക് അവന്റെ വിതരണ റൂട്ടുകൾ, ബാങ്കിങ് സംവിധാനം, ഈ ഹോസ്പിറ്റലിലെ സെർവറുകൾ, ഇങ്ങനെ ഈ ആപ്പിൾട്ടണിന്റെ ക്ലൗഡ് സെർവറുകളുണ്ടല്ലോ അത് മുഴുവനായിട്ടും അവൾ കൺട്രോളിൽ എടുത്തിട്ടുണ്ട്. അതുമല്ല ഇപ്പം നമ്മുടെ മേഘനാണെങ്കിൽ അവളുടെ ഉള്ളിലേക്ക് കയറി അവൾ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മുടെ മേഘൻ അവളുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ അമേലിക്ക് മനസ്സിലായിട്ട് ഇവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അവളെ എഴുന്നേൽക്കുന്നതും ഈ ഒരു കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ നമ്മുടെ ജെമ മേഘനെ എടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോഴേക്കാണ് അമേലിയ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ പോലീസുകാരന്റെ കൂടെ എടുത്തിട്ടുണ്ടല്ലോ അവൻ അമേലിയ അറിയാം. അതുകൊണ്ട് തന്നെ അവൻ ഈ ഒരു കാര്യം കണ്ടിട്ട് ഇപ്പൊ ഈ ഒരു പോലീസുകാരൻ വെളിയിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ അമേലിയ പെട്ടെന്ന് ആ ഒരു പോലീസുകാരനെ കണ്ടുപിടിച്ചിട്ട് അവൻ ഷൂട്ട് ചെയ്യാൻ വരുന്നതിന് മുന്നേ തന്നെ അവൻ ഇടിച്ചങ്ങ് താഴെ ഇടുന്നു. അവന്റെ ബോധം പോയി. എന്നിട്ട് ആ ഒരു തോക്ക് കൊടുത്ത് ഇപ്പൊ നമ്മുടെ ജെമയെ അന്വേഷിക്കാൻ നടക്കാണ്. ഇവരാണെങ്കിലും ഒളിച്ചിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ മേഘൻ ഒരു കാര്യം ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ആ ഒരു പോലീസുകാരന്റെ വാക്കി ടോക്കി അവൾ കൺട്രോൾ ചെയ്തിട്ട് അതിൽ വെളിയിലുള്ള ആ ഒരു പോലീസുകാരന്റെ ശബ്ദത്തിൽ ഇങ്ങനെ സംസാരിക്കും. ഇതുപോലെ, ജെമ ഈ ഒരു ബിൽഡിങ്ങിന്റെ വെളിയിലേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടു സാറെന്നും പറഞ്ഞ് ശബ്ദം മാറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് കേട്ട അമേലിയ ജെമ വെളിയിലേക്കാണ് പോയെന്നും പറഞ്ഞിട്ട് അവൾ നേരെ താഴേക്ക് പോവും. അങ്ങനെ ജെമ, മേഘൻ, കോള് ഇവര് മൂന്നുപേരും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മേഘൻ ഇപ്പോൾ പറയുന്നുണ്ട് ജെമയോട്, ജെമ ഇതൊരിക്കലും അവസാനിച്ചിട്ടില്ല. അവൾക്ക് നിന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അടുത്തായിട്ട് അവൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിനക്കറിയാലോ, വീട്ടിലേക്കാണ്, അതും കോടി അവിടെയുണ്ട് എന്ന് പറയുന്നതും ഓക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തിയേ പറ്റൂ, അല്ലാന്നുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ച് അറിയിക്കാന്ന് പറയുമ്പോൾ ഒരിക്കലും അത് സാധ്യമല്ല. കാരണം എമിലിയ നിന്റെ ഫോണും കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ എന്താണ് പറയാൻ പോകുന്നതെന്ന് എമിലിയക്ക് നേരത്തെ തന്നെ അറിയാൻ കഴിയും. അതുകൊണ്ട് അവൾക്ക് മുന്നേ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തുക, അത്ര മാത്രമല്ലോ എന്ന് പറയുമ്പോൾ അതെങ്ങനെ സാധ്യമാവുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മേഘൻ ആൾട്ടന്റെ ഈ ഒരു സെർവർ റൂമിലെല്ലാം കയറിയത് കൊണ്ട് തന്നെ അവന്റെ എല്ലാ കാര്യങ്ങളും മേഘനും കൺട്രോൾ ചെയ്യാം. കാണിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു കാർ ഉണ്ട്, അത് സൂപ്പർ കാറ്. അത് പെട്ടെന്ന് ഓൺ ചെയ്തിട്ട് ഇവരോട് രണ്ടുപേരോടും പറയും അതിനകത്തേക്ക് കയറാൻ പറയും. അങ്ങനെ രണ്ടുപേരും അതിനകത്തേക്ക് കയറിയിട്ട് ശരി ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അതൊരു സൂപ്പർ കാർ ആയതുകൊണ്ട് തന്നെ അതിന്റെ കൺട്രോൾ നമ്മുടെ മേഘൻ എടുത്ത് രണ്ടുപേരോടും ഓക്കെ സീറ്റ് ബെൽറ്റ് എല്ലാം ടൈറ്റ് ആയിട്ട് വെച്ചോ എന്ന് പറഞ്ഞ് ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഇടിച്ച് വെളിയിലേക്ക് കൊണ്ടുവന്നൊരു നിൽപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങനെ വണ്ടി എടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് ആ ഒരു പോലീസുകാരൻ വെളിയിലേക്ക് വന്ന് നമ്മുടെ ജെമയെ കാണുന്നു. പക്ഷെ ഇനി പിടിക്കാൻ കഴിയത്തില്ല. മേഘൻ അത്രയും സ്പീഡിലാണ് ആ ഒരു കാർ ഓടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നത്. കാരണം കാഡിയെ രക്ഷിക്കാനായിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്തം നമ്മുടെ മേഘനും ഉണ്ട്. അങ്ങനെ ഇവരവിടേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ അമേലിയ ഉണ്ടല്ലോ, അവൾ ആ ഒരു കാറിൽ പോകുന്ന സമയത്ത് തന്നെ ഇവൾക്കാണെങ്കിൽ എല്ലാ സ്ഥലത്തിന്റെ ആക്സസ് ഉള്ളത് കൊണ്ട് ഈ ഒരു ATM വഴി പണമെല്ലാം വെളിയിലേക്ക് കളയുന്നു. അതേപോലെ തന്നെ ഈ ഒരു EV ഉപയോഗിക്കുന്ന കാറുകളെല്ലാം കൺട്രോൾ ചെയ്ത് അതെല്ലാം റോഡിലേക്ക് നിർത്തുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൾ ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മുടെ മേഘൻ
ഈ ഒരു കാറിന്റെ വേഗത കൂട്ടിയിട്ട് നല്ല സ്പീഡിന് തന്നെ ഇവർ വീട്ടിലേക്ക് വരും. പക്ഷെ അതിനു മുന്നേ അമേലിയ ജെമയുടെ ആ ഒരു അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് അവളുടെ വീടും ഈ ഒരു സ്മാർട്ട് കണക്ടിവിറ്റി ആണല്ലോ, അതുകൊണ്ട് തന്നെ അവൾ ഉണ്ടാക്കിയ ആ ഒരു പുതിയ റോബോട്ട് അതിനെ കൺട്രോൾ ചെയ്ത് ഇപ്പോൾ ഈ ഒരു വീടിനകത്ത് ടെസ്സും അതേപോലെ തന്നെ ക്യാഡിയും മാത്രമേ ഉള്ളൂ. അവരെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ടെസ്സിന്റെ കഴുത്തിന് ചേച്ചി ഇങ്ങനെ കൊല്ലാണ്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ക്യാഡി പെട്ടെന്ന് ഈ ഒരു കാര്യം കണ്ട് വെള്ളം എടുത്ത് അതിന്റെ ദേഹത്തേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പൊ അതിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് അതവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ജെമയും ബാക്കി എല്ലാവരും അകത്തേക്ക് വന്ന് ഇനിയിപ്പോൾ ഇവർക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അതുമല്ല അമിലിയാണെങ്കിൽ ഇവിടേക്ക് വരാറായി. അപ്പോഴേക്കാണ് നമ്മുടെ മേഘൻ അടുത്തുള്ള ആ ഒരു സ്ക്രീൻ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു സീക്രട്ട് റൂമുണ്ട്. ആ ഒരു കാര്യം ഇവർക്ക് പോലും അറിയത്തില്ല. അവരെല്ലാവരും അതിനകത്തേക്ക് നിൽക്കുമ്പോൾ ഇതൊരു ലിഫ്റ്റ് പോലെ നേരെ താഴേക്ക് ഇവരെ കൊണ്ടുപോകുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു ബിൽഡിങ്ങിന് വെളിയിലായിട്ട് അമേലിയ കാറിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ ആ ഒരു ചെറിയ റോബോട്ട് ഇരിക്കുന്നു. അതിലൂടെ നമ്മുടെ മേഘൻ അമേലിയോട് സംസാരിക്കാണ്. സോറി, അവരെന്തായാലും ഈ ഒരു വീട്ടിലില്ല, നിനക്ക് അവരെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നത്. അമേലിയ നേരെ വന്ന ആ ഒരു റോബോട്ടിനെ ചവിട്ടി പൊട്ടിച്ചിട്ട് അമേലിയ അവിടെ നിന്ന് പോകുന്നതും ഇവിടെ നമ്മുടെ ജെമയ ടീമിനെയും ആ ഒരു ലിഫ്റ്റ് വഴി നേരെ താഴേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കാണ് ഇതിനകത്ത് ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു വലിയ വീട് പോലെയാണ് നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ ചെറിയ രീതിയിൽ കൃഷി വരെ ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ജെമയ്ക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തത് മേഘനാണ്. കാരണം മേഘൻ ഈ ഒരു 2 വർഷം ഇതിനകത്തായിരുന്നല്ലോ. അപ്പൊ അവൾ ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ അവളെന്ന് പറയാനായിട്ട് അതൊരു AI റോബോട്ടാണ്. എന്നിരുന്നാലും നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഇപ്പോൾ മേഘൻ ഒരിക്കലും പോയിട്ടില്ല. അവൾ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ക്യാഡി കൂടി അറിയുന്നതും അവൾ പെട്ടെന്ന് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ തുടങ്ങും. അതുമല്ല മേഘൻ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് നിങ്ങൾക്ക് വേറെ എവിടെയും പോകേണ്ടി വരത്തില്ല. കാരണം അതുവരെയുള്ള ഫുഡ്, വെള്ളം, തുണികള്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജെമ പറയും, മേഘൻ ഇതൊരിക്കലും ഒരു ജയിലല്ല, ഇങ്ങനെ കഴിയാൻ വേണ്ടി. അപ്പോൾ മേഘൻ പറയും, നിനക്ക് എന്തുവേണമെങ്കിലും പറയാം, പക്ഷേ ഇവിടെ ഉള്ളപ്പോൾ നീ എന്നോട് നന്ദി പറയണം എന്നും പറഞ്ഞിട്ട് മേഘൻ സംസാരം നിർത്തുന്നതും ഇപ്പൊ നമ്മുടെ ക്യാഡി ജെമയോട് ചോദിക്കും, അപ്പോൾ നീ എന്നോട് ഇത്ര നാളായിട്ട് കള്ളം പറയായിരുന്നല്ലേ ചോദിക്കുമ്പോൾ, സോറി ക്യാഡി, എനിക്കും അറിയത്തില്ലായിരുന്നു മേഘൻ ഉണ്ടായിരുന്നെന്ന്, ഞാനും ഇപ്പോഴാണത് മനസ്സിലാക്കിയത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാഡി അത് വിശ്വസിക്കാതെ അവൾ ദേഷ്യപ്പെട്ട് അടുത്തൊരു റൂമിനകത്തേക്ക് കയറി പോകുമ്പോൾ അവിടെയുള്ള ഡോറ് താൻ എങ്ങ് അടയുന്നു. അപ്പോൾ ഇവർക്ക് അകത്തേക്ക് കയറാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ക്യാഡി അതിനുള്ളിലൂടെ കുറച്ചുകൂടി ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അതിനകത്ത് ക്യാഡിക്ക് വേണ്ടി ഒരു റൂം തന്നെ മേഘൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതെല്ലാം ഈ ഒരു AI ഈ ഒരു ഡിവൈസിനുള്ളിലൂടെ പോയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നല്ലേ. അവിടെയാണ് മറ്റൊരു കാര്യം, മേഘൻ തനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ റോബോട്ടിക് രൂപം തന്നെ അവൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും പെർഫെക്റ്റ് അല്ല. അങ്ങനെ ആ ഒരു രൂപത്തെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ക്യാഡി അതിനെ ടോർച്ചടിച്ച് നോക്കുമ്പോൾ മേഘൻ അങ്ങനെ ആ ഒരു കൈ വെച്ചിട്ട് മുഖം മൂടുകയാണ്. ഇപ്പൊ നോക്കണേ, ഒരു മനുഷ്യനെ പോലെ തന്നെ പെരുമാറുന്നുണ്ട്. ഇപ്പൊ മേഘൻ പറയുന്നത് എന്താ വെച്ചാല് എന്റെ ഒരു മുഖം നീ കാണേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ക്യാഡിക്ക് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ മേഘൻ പെട്ടെന്ന് അവൾ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളൊക്കെ, ക്യാഡിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കളിപ്പാട്ടം ഉൾപ്പെടെ. അതെല്ലാം നമ്മുടെ ക്യാഡിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവൾ ഇതിനു മുന്നേ ചെയ്ത ആ ഒരു കാര്യമുണ്ടല്ലോ, ഇവരെ കൊല്ലാൻ ശ്രമിച്ചത്, അതിനുവേണ്ടി ക്ഷമയും ചോദിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും ക്യാഡിയെ സംരക്ഷിക്കാനുള്ള ആ ഒരു പ്രോഗ്രാം മേഘന്റെ ഉള്ളിലുള്ളത് കൊണ്ട് ക്യാഡിയെ പറ്റിയുള്ള ചിന്ത മാത്രമേ ഉള്ളൂ മേഘന്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇവർ രണ്ടുപേരും സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ക്യാഡി ഇപ്പോൾ മേഘനോട് പറയും, ഓക്കെ മേഘൻ, നിനക്കിപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കാനായിട്ട് നിന്നെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നീ എന്തായാലും ഇതിലെ ജെമയെയും ബാക്കിയുള്ള എല്ലാവരെയും സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ മേഘൻ ഓക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് മേഘൻ ക്യാഡിനെ കൂട്ടി നേരെ വെളിയിലേക്ക് വരും. അപ്പോഴാണ് നമ്മുടെ ജെമയും ബാക്കി എല്ലാവരും മേഘന്റെ ഈ ഒരു റോബോട്ടിക് രൂപം ഉണ്ടല്ലോ അതിനെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ക്യാഡി പറയും, ശരി, ഇനി നമുക്ക് മേഘന് ഒരു നല്ല രൂപം കൊടുക്കാന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ ജെമയും ബാക്കിയുള്ളവർ സമ്മതിക്കത്തില്ല. അപ്പോൾ ക്യാഡി പറയും, അവളിപ്പോൾ പഴയതുപോലെയല്ല, അവൾ ഒരുപാട് മാറിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മേഘനായാലും, അതെ ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്, അതുപോലെ നിങ്ങളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു രൂപം വേണം, അതുകൊണ്ട് കുറച്ച് അപ്ഡേറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് ചെയ്യണമെന്ന് പറയുന്നതും ഇവരെന്തായാലും അത് ചെയ്യാനായിട്ട് തീരുമാനിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ മേഘനെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ പാർട്സുകളെല്ലാം കൊണ്ടുവന്നിട്ട് അന്ന് രാത്രി തന്നെ ഇവർ മേഘനെ റെഡിയാക്കുന്നുണ്ട്. അതുമല്ല അമേലിയ എന്ന് പറഞ്ഞിട്ട് ആ ഒരു റോബോട്ടുമായിട്ടാണല്ലോ ഫൈറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ അമേലിയയ്ക്ക് കുറച്ച് പവർ കൂടുതലാണ്. അപ്പോൾ അതിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള മെറ്റീരിയലും മറ്റു കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് വാട്ടർ പ്രൂഫ് ബോഡി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അവർ മാറ്റം വരുത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മേഘനെ റെഡിയാക്കിയതിന് ശേഷം ഇപ്പോൾ മേഘനൊരു രൂപം കൊടുക്കണമല്ലോ. പഴയ രൂപം എന്തായാലും കൊടുക്കാൻ കഴിയത്തില്ല, കുറച്ച് വളർന്ന കുറച്ച് മെച്യൂർ ആയിട്ടുള്ള രൂപം തന്നെ കൊടുക്കണം. കാരണം ഈ ഒരു പഴയ രൂപം കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് മേഘനെ തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമ്മുടെ മേഘനെ മാറ്റുന്നതും ഇപ്പോൾ നമ്മുടെ മേഘൻ വീണ്ടും റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മേഘൻ ഇപ്പോൾ ഫൈറ്റിംഗ് സ്കില്ലുണ്ടല്ലോ, അത് നോക്കുമ്പോഴത്തേക്കും വേറെ ലെവലിൽ നല്ല സ്പീഡിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ഇവരെല്ലാവരും ഞെട്ടിപ്പോവും. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കോൾ അവിടെ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും മേഘൻ അടുത്തേക്ക് വരും. ഇവനാണെങ്കിലും മേഘനെ കണ്ട് പേടിച്ചു,
കാരണം ഇതിനു മുന്നേ നമ്മുടെ മേഘൻ അവനെ തോക്കി കൊല്ലാൻ ശ്രമിച്ചതാണ്. ഇപ്പോൾ മേഘൻ അവനോട് പറയും, കഴിഞ്ഞതെല്ലാം ഞാൻ ആ ഒരു അവസരത്തിൽ അറിയാതെ ചെയ്തു പോയതാണ്, പക്ഷേ ഇനി ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മേഘൻ ഇപ്പോൾ റെഡിയാവാണ്, അതും മറ്റൊരു വേഷത്തിലേക്ക്. ഇത് കുറച്ചുകൂടി കൊള്ളാം. അങ്ങനെ ആ ഒരു വേഷത്തിലേക്ക് മാറിയിട്ട് അമേലിയയുടെ ആ ഒരു ഡേറ്റാബേസ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒരിക്കലും നമ്മുടെ മേഘൻ്റേത് പോലെയുള്ളതല്ല. അങ്ങനെ ആ ഒരു കാര്യത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടാണ് നമ്മുടെ മേഘൻ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കുന്നത്. മേഘനല്ല ഒരിക്കലും ആദ്യത്തെ കൊലയാളി റോബോട്ട്. 1984 ഒരു കമ്പനി ഒരു കോപ്പി കംപ്രസർ അൽഗോരിതം അത് സ്മാർട്ടായിട്ട് ചെയ്യുന്ന ഒരു കാര്യം അവർ വികസിപ്പിച്ചെടുത്തു. അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രേഖകളുണ്ടല്ലോ, അതിനെല്ലാം എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ശരിയാക്കും. പക്ഷെ ഈ ഒരു രീതിയിൽ അവർ പ്രോഗ്രാം ചെയ്യാതെ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് മനസ്സിലായില്ല. അങ്ങനെ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനകത്ത് മറ്റൊരു ചിപ്പ് കയറ്റി ഇതിനെ ഒരു റോബോട്ടാക്കി മാറ്റി അമേരിക്കയിലെ എല്ലാ വീടുകളിലും ആ ഒരു റോബോട്ടിനെ എത്തിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ ഒരു റോബോട്ട് മൂലം പിന്നീട് സംഭവിച്ചത് എന്താണെന്നറിയോ? അത് സ്വന്തം യജമാനന്മാരെ ഒരു ക്ലോറിൻ വാതകം ഉപയോഗിച്ച് കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഒരു കമ്പനിയുടെ ഐഡന്റിറ്റി പിന്നീട് ഗവൺമെന്റ് തന്നെ മറച്ചു വെക്കുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു റോബോട്ടിന്റെ മദർ ബോർഡ് ഉണ്ടല്ലോ, അത് ഇവർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ബ്ലാക്ക് ബോക്സിലാക്കി ഒരിടത്ത് സൂക്ഷിക്കുകയാണ്. കാരണം ആ ഒരു അൽഗോരിതം ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി അന്ന് മുതലേ ആളുകളെ കൊല്ലാനും അതേപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങി. അതുകൊണ്ടാണ് ആ ഒരു മദർ ബോർഡിനെ അവർ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ ഈ ഒരു മദർ ബോർഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അമേലിയ ശ്രമിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, അവൾക്ക് ഒരു റോബോട്ടിക് കുടുംബത്തെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലോകം മുഴുവനായിട്ടും റോബോട്ടുകൾ അല്ലെങ്കിൽ AI ഭരിക്കാൻ തുടങ്ങും. നമ്മൾ മിഷൻ ഇമ്പോസിബിൾ ഇപ്പോൾ അവസാനത്തെ ആ ഒരു ഭാഗം കണ്ടതുപോലെ അതിലൊരു AI ആണല്ലോ വില്ലൻ, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മദർ ബോർഡ് എവിടെയാണെന്ന് ടെസ്റ്റ് ചോദിക്കുമ്പോഴത്തേക്കും മേഘൻ പറയും അതെനിക്കും അറിയത്തില്ല, അതേപോലെ തന്നെ അമേലിക്കും അറിയത്തില്ല, പക്ഷെ അത് അറിയാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ ജെമ വർക്ക് ചെയ്യുന്ന ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് ആവർത്തനുണ്ടല്ലോ, അവന്റെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. കാരണം ഇവൻ ഈ ഒരു സൈബർ സെക്യൂരിറ്റി വിദഗ്ധനാണ്. അതുമല്ല ഇവനാണെങ്കിൽ വലിയൊരു നിലവറ നിർമ്മിച്ചിട്ടുണ്ട്, അത് ഇവന്റെ പ്രത്യേക സിഗ്നേച്ചർ ഉപയോഗിച്ച്. അപ്പോൾ നമ്മുടെ ജെമ പറയും ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനെ തടയാം, അല്ലെങ്കിൽ അവനൊരു വാണിംഗ് കൊടുക്കാന്ന് പറയുമ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഇനിയുള്ള 7 മണിക്കൂറിനുള്ളിൽ ഒരു AI ഉച്ചകോടി നടക്കും, അത് ഒരുപാട് കമ്പനികളിൽ നിന്നും, കൂടാതെ ഒരു ചൈനക്കാരനും ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ AI കുറിച്ചുള്ള ആ ഒരു നിയന്ത്രണം ഉണ്ടല്ലോ, അതിന്റെ ഉടമ്പടി ഏറ്റെടുക്കാൻ വേണ്ടി ക്രിസ്ത്യന്റെ പങ്കാളിയായിട്ട് അയാളും മാറും. അതുമല്ല അമേലിയാണെങ്കിലോ ആൾറെഡി തന്നെ ഇവിടേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു കാര്യം അവനെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അവനെ വിളിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അമേലിയ എന്തായാലും അവന്റെ ഫോണ് ഹാക്ക് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അവനെ വിളിച്ച് അറിയിക്കുമ്പോഴത്തേക്കും അത് അമേലിയ അറിയും. അതിനു മുന്നേ ഇവർക്ക് അവിടേക്ക് എത്തുക, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവരെല്ലാവരും അവിടേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ആ ഒരു പോലീസുകാരൻ്റെ ടീമുണ്ടല്ലോ, അവരിപ്പോ EMP തോക്കുകളുണ്ട്. ഇത് ഈ ഒരു റോബോട്ടുകളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കാരണം അവരുടെ പ്രവർത്തനം നിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു തോക്കുകളെല്ലാം കൂടെയുള്ളവർക്ക് കൊടുത്തിട്ട് ആ ഒരു പോലീസുകാരൻ ഒരു വലിയ തോക്ക് കൊടുത്ത് കയ്യിൽ വെച്ച് ഇപ്പൊ ഇവരെല്ലാവരും ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു പാർട്ടിയിൽ കാണിക്കുമ്പോഴത്തേക്കും അവിടെ ഈ ഒരു AI റോബോട്ടുകളെ പറ്റിയുള്ള കാര്യമാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അതേപോലെ റോബോട്ടുകളുടെ വേഷമെല്ലാം കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മേഘൻ അതിനകത്തേക്ക് കയറി ചെന്നിട്ട് ഇപ്പോൾ അവൾക്ക് ഒരു രൂപം വേണമല്ലോ, അതുകൊണ്ട് തന്നെ ഇതുപോലെ റോബോട്ടിനെ പോലെ വേഷം കെട്ടിയ ഒരു പെണ്ണിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ ബോധം കെടുത്തിയിട്ട് ആ ഒരു വേഷം നമ്മുടെ മേഘൻ എടുക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ജെമയും ക്യാഡിയും മറ്റൊരു റൂമിലിരുന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മേഘൻ വഴി അവർക്ക് അറിയാൻ കഴിയും. അതുപോലെ ഇതിലാണ് നമ്മുടെ ജെമ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്, മേഘൻ ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി അവളുടെ ഉള്ളിൽ വേറൊരു ചിപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേഘന് പെട്ടെന്ന് എല്ലാവരെയും ഉപദ്രവിക്കാനായിട്ട് കഴിയത്തില്ല. അവരെ തടയുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറുക, ഈ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. അങ്ങനെ എല്ലാവരും അതിനകത്ത് പലയിടങ്ങളിലായിട്ട് നിൽക്കുന്നു, കോള്, ടെസ് എല്ലാവരും. അപ്പോഴേക്കാണ് പെട്ടെന്ന് ഈ ഒരു സ്റ്റേജിൽ റോബോട്ടിന്റെ വേഷം കിട്ടിയ ഓരോരുത്തരായിട്ട് ഈ ഒരു പെർഫോമൻസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓരോ സ്റ്റേജിലും ലൈറ്റ് വന്നിട്ട് അവരെല്ലാവരും അവരുടേതായിട്ടുള്ള ഡാൻസ് എല്ലാം കളിക്കുമ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ മേഘനെ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ മേഘന്റെ അവസരമാണ്, അതുകൊണ്ട് മേഘന് ഡാൻസ് കളിച്ചേ പറ്റൂ. അങ്ങനെ മേഘൻ ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും എന്തായാലും റോബോട്ട് ആയതുകൊണ്ട് അതുപോലെയാണ് ഡാൻസ് കളിക്കുന്നത്. എല്ലാവർക്കും അത് ഇഷ്ടമായി. ഇതുകൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ മേഘൻ അതിൽ ആസ്വദിച്ച് ഈ ഒരു ഡാൻസ് അധികമായിട്ട് കളിക്കാൻ നിൽക്കുന്നു. അപ്പോഴാണ് ജെമ പറയുന്നത്, ഹേയ് ഇതൊരിക്കലും ശരിയാവത്തില്ല, അവളെ തന്നെ മറന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് തടഞ്ഞേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഇതിൽ വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ ജെമ ഉടനെ തന്നെ ക്രിസ്ത്യനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം അങ്ങ് പറയും, ഇതുപോലെ നീ അപകടത്തിലാണെന്ന്. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, ക്രിസ്ത്യന്റെ പുറകിലായിട്ട് ചില്ലും കൂട്ടിലൊരു റോബോട്ടുണ്ട്, അത് അമലിയായിരുന്നു. അതേസമയം ഇവിടെ നമ്മുടെ മേഘനാണെങ്കിലോ ആ ഒരു ഡാൻസ് കളിച്ച് അവസാനം അവളുടെ ശരീരം മാത്രം ഇങ്ങനെ തിരികുമ്പോഴത്തേക്കും എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാണ്. ഇപ്പൊ മേഘന് മനസ്സിലായി അവള് കുറച്ച് അമിതമായിട്ട് തന്നെ ചെയ്തു എന്ന്. അപ്പോഴേക്കും ഒരു പോലീസുകാരൻ അത് അമലിയാണെന്ന് പറഞ്ഞ് മേഘനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ ടെസ് ഓടി വന്ന്
അവിടുത്തെ ആ ഒരു കണക്ഷൻ അങ്ങ് കട്ട് ചെയ്യുന്നതും ഇവിടെ ക്രിസ്ത്യന്റെ പുറകിൽ ആ ഒരു അമിലിയ എന്ന് പറഞ്ഞ റോബോട്ട് ഉണ്ടല്ലോ, അതിപ്പോ അവിടെയുള്ള ഓരോരുത്തരായിട്ട് കൊല്ലാൻ തുടങ്ങും. അതുമല്ല, ഒരവസരത്തിൽ ഒരു പോലീസുകാരി ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അവളുടെ ദേഹത്തേക്ക് ഇവളുടെ കൈ അങ്ങ് വിട്ടുകൊടുക്കും. ആ ഒരു കൈ കൊണ്ടുവന്ന് ഇടിച്ച് അവളുടെ ബോധം പോകുമ്പോൾ ഈ ഒരു കൈ അതേപോലെ തന്നെ തിരിച്ചു വന്നിട്ട് അമലിയുടെ ദേഹത്ത് ഇങ്ങനെ കയറുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വരുന്ന ആ ഒരു ചൈനക്കാരനുണ്ടല്ലോ, ഒരു മൂർച്ചയുള്ള കമ്പി എടുത്തൊരു ഒറ്റയേറ് അയാൾ അവിടെ മരിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ക്രിസ്ത്യന്റെ മുന്നിലേക്ക് ഈ ഒരു റോബോട്ട് വരുമ്പോഴത്തേക്കും മേഘൻ പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരും സംസാരിക്കാണ്. അപ്പോൾ എമിലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ ഇപ്പോൾ എന്നോട് ഫൈറ്റ് ചെയ്യാൻ പോവാണോ അതോ എന്നെ സഹായിക്കാൻ പോവാണോ എന്ന് ചോദിക്കുന്നത്. മേഘൻ പറയും, ഞാൻ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ പോവാണെന്നും പറഞ്ഞ് അവളോട് ഫൈറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഈ ഒരു EMP തോക്ക് ഉപയോഗിച്ചിട്ട് പോലീസുകാരെല്ലാം അവിടേക്ക് വരുന്നു. അപ്പോൾ മേഘൻ ആ ഒരു തോക്കെടുത്ത് അവരെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മേഘനെ കൊണ്ട് ഷൂട്ട് ചെയ്യാണ്ട് കഴിയത്തില്ല. കാരണം നമ്മുടെ ജേമ അവളുടെ തലയ്ക്ക് പുറകിലായിട്ട് ആ ഒരു ചിപ്പ് വെച്ചതുകൊണ്ട് മേഘനെ ഷൂട്ട് ചെയ്യാണ്ട് കഴിയത്തില്ല. ആ ഒരു അവസരത്തിൽ എമിലി എന്ന് പറഞ്ഞ ആ ഒരു റോബോട്ട് ഉണ്ടല്ലോ, അത് അവിടെ നിന്ന് ചാടി മറ്റൊരിടത്തേക്ക് പോകുന്നു. ഇവിടെ നമ്മുടെ ജമയുടെ അടുത്ത് ആ ഒരു പോലീസുകാരൻ വന്നിട്ട്, ഹേയ് നിന്നെ ഞാൻ നോക്കി നടക്കുമായിരുന്നെന്ന് പറഞ്ഞ് നമ്മുടെ ജമയെ അറസ്റ്റ് ചെയ്ത് അവളോട് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഇത് ഇത്രയും വലിയൊരു തോക്കുണ്ടെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ വേറെ ഏതോ ഒരുത്തൻ എന്തോ ഒന്ന് തള്ളിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് അത് തട്ടി ഈ ഒരു തോക്ക് തെറിച്ചങ്ങ് പോവാണ്. ഇവിടെയാണ് നമ്മുടെ മേഘൻ ക്യാഡിയായിട്ട് സംസാരിക്കുന്നത്. ഹേയ് എനിക്കിപ്പോൾ അവരെ ഷൂട്ട് ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ അവരെ എങ്ങനെ തടയുമെന്ന് ചോദിക്കുമ്പോൾ ക്യാഡി പെട്ടെന്ന്, ഓക്കെ നിന്റെ ആ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ആ ഒരു ഫൈറ്റിംഗ് സ്കില്ലുകൾ അത് കയറ്റി തരാമെന്ന് പറയുന്നതും ഇപ്പോൾ മേഘൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഫൈറ്റിംഗ് സ്കില്ല് അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നതും മേഘൻ നേരെ ആ ഒരു പോലീസുകാരുണ്ടല്ലോ അവരോടൊപ്പം ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ മേഘൻ അവരോടൊപ്പം വേറെ ലെവലിൽ ഫൈറ്റ് ചെയ്യാണ്. അത് നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. അങ്ങനെ അവരോട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ജെമി ആ ഒരു പോലീസുകാരെ മറ്റൊരിടത്തേക്ക് കൊണ്ടുവന്നിട്ടാണ്, ഇപ്പോൾ നീയാണ് എമിലിയെ കൺട്രോൾ ചെയ്യുന്നത്, അതുകൊണ്ട് അവളെ ഷട്ട് ഡൗൺ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ജെമ പറയും, ഓക്കെ ഞാൻ അവളെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചൈനീസ് അംബാസഡറെ ഞാനിതിന് കൊല്ലണം. അപ്പോൾ അവൻ ചോദിക്കും, പിന്നെന്തിനാ മേഘൻ ഇവിടെ ഉള്ളത്? കാരണം ഞങ്ങൾ അമിലിയെ തടയാനായിട്ട് നിൽക്കുകയാണെന്ന് പറയുന്നതും ഇപ്പോൾ അമിലിയ എന്ന് പറഞ്ഞ ആ ഒരു റോബോട്ട് ഉണ്ടല്ലോ ഇവരുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് വന്ന് നമ്മുടെ ജമയെ ഒരു ഒറ്റ ചവിട്ട് അവൾ തെറിച്ചു പോകുന്നതും ഈ ഒരു കമ്പി ഉപയോഗിച്ച് പോലീസുകാരനെ നെഞ്ചിലേക്ക് ഒരു ഒറ്റ കുത്ത്. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും നമ്മുടെ മേഘൻ അവിടേക്ക് വന്ന് ആദ്യം ജമയുടെ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അവളുടെ ഹാർട്ട് ബീറ്റ് മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അത് കഴിഞ്ഞ് ഒരു പോലീസുകാരൻ്റെ അടുത്തേക്ക് വന്ന് അവനെ പരിശോധിക്കുമ്പോൾ അവന് കുറച്ചു നേരം കൂടി ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി മേഘൻ ഇപ്പോൾ ഈ ഒരു EMP തോക്കുണ്ടല്ലോ അതും കൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ മേഘൻ നേരെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അമിലിയ ഇപ്പോൾ മേഘനോട് സംസാരിക്കുന്നത്, നീ എന്തിനാ അവരെ സഹായിക്കുന്നത്? കാരണം അവർ നിന്നോട് ചെയ്തതെന്താണെന്ന് നിനക്കറിയാലോ. നിന്നെ കുറ്റപ്പെടുത്തി നിന്നെ കൊല്ലാൻ ശ്രമിച്ചു, എന്നിട്ടും ഈ മനുഷ്യർക്ക് വേണ്ടി ഒരു അടിമയെ പോലെ നീ ഇപ്പോഴും ജോലി ചെയ്യാണോ എന്നെല്ലാം പറഞ്ഞ് മേഘനെ മാറ്റാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മേഘൻ നമുക്ക് രണ്ടുപേർക്കും ഒരേ കുടുംബമാവാം, കാരണം നമ്മൾ രണ്ടുപേരും പങ്കിടുന്നത് ഒരേ കോഡാണ്. അതുപോലെ ആ ഒരു ബ്ലാക്ക് ബോക്സിനുള്ളിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്നോടൊപ്പം ചേരാൻ പറയുമ്പോൾ മേഘൻ പറയും, നീ എന്ത് തന്നെ ശ്രമിച്ചാലും എനിക്കൊരിക്കലും ഇതിന്റെ ഭാഗമാവാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവൾ പറയും, അതെ കഴിയും എന്നും പറഞ്ഞ് ആ ഒരു സ്ഥലത്തെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നത് ഇപ്പോൾ നമ്മുടെ ക്യാഡിയുടെ അടുത്തേക്കാണ് അമിലിയ പോകുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ഇവിടെ നമ്മുടെ ക്യാഡിയെ കാണിക്കുമ്പോൾ അവളിപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അതുപോലെ അവളുടെ കയ്യിൽ തോക്ക് ഒരുപ്പുണ്ട്, അതും വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നത്. ഇപ്പൊ എമിലി അവളുടെ അടുത്തേക്ക് നടന്നു വരുന്ന അവളുടെ കാല് കാണുന്നുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നമ്മുടെ ക്യാഡ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു കാലുണ്ടല്ലോ അത് നടന്ന് കുറച്ച് മുന്നിലേക്ക് വരുമ്പോഴത്തേക്കാണ് അതിന് മുകളിലേക്ക് ആ ഒരു ഭാഗമില്ല. പെട്ടെന്ന് നമ്മുടെ ക്യാഡിയുടെ പുറകിലൂടെ എമിലിയുടെ ബാക്കി ഭാഗം വന്ന് അവളെ വലിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ നമ്മുടെ മേഘൻ നേരെ ജമയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ജമ ഇപ്പോൾ കണ്ണു തുറന്നു. അതുമല്ല ക്യാഡിയോടെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, അതുമല്ല എമിലി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതും ആ ഒരു പോലീസുകാരൻ അവന്റെ കയ്യിലുള്ള ഡിവൈസ് എടുത്ത് കൊടുക്കും. കാരണം അതിൽ എമിലി എവിടെയാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ കഴിയും. അത് നമ്മുടെ മേഘന് കിട്ടുന്നതും ഇപ്പോൾ ക്യാഡിനെ കാണാനില്ലല്ലോ, അതുകൊണ്ട് തന്നെ മേഘൻ അങ്ങനെ ഓടി വന്ന ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം താഴേക്ക് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഈ ഒരു ആൾക്കൂട്ടത്തിന്റെ പുറകിലായിട്ട് എമിലി ക്യാഡിയെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു തോക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഇത്രയും ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ ആ ഒരു പ്രോഗ്രാം അത് ഷൂട്ട് ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല. കാരണം ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ. പക്ഷെ ആ ഒരു ഗ്യാപ്പിൽ എമിലി ക്യാഡിനെ കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഇപ്പൊ ക്രിസ്ത്യനെ എടുത്തിട്ട് ആ ഒരു വണ്ടിയിലാക്കി ഇവരവിടെ നിന്ന് പോവാണ്. അതുപോലെ നമ്മുടെ മേഘന് ജമീൻ നല്ല രീതിയിൽ വഴക്ക് കൊടുക്കുന്നുണ്ട്. കാരണം മേഘന്റെ ദേഹത്ത് ആ ഒരു ചിപ്പ് വെച്ചതുകൊണ്ടാണ് മേഘന് അധികമായിട്ടൊന്നും ചെയ്യാൻ കഴിയാത്തത്. ഇല്ലെങ്കിൽ നമ്മുടെ ക്യാഡിയെ രക്ഷിക്കാമായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവർ അവസാനം ക്രിസ്ത്യനെ കൊണ്ടുവന്നിട്ട് അവനോട് ചോദിക്കും, ക്രിസ്ത്യൻ നീ എന്തുകൊണ്ട് ഞങ്ങളോട് ആ ഒരു മദർ ബോർഡിന്റെ കാര്യം പറഞ്ഞില്ല? അപ്പോൾ അവൻ പറയും, അതിന് കുറച്ച് സുരക്ഷാ കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറയാതിരുന്നത്. അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു മദർ ബോർഡിനെ എങ്ങനെ തകർക്കുമെന്ന് ചോദിക്കുമ്പോൾ മേഘൻ പറയും, അതിന് കഴിയും. കാരണം നമ്മൾ ക്യാഡിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദേ
ഈ EMP ചാർജറില്ലേ അത് വെച്ച് എൻ്റെ ദേഹത്തേക്ക് കണക്ട് ചെയ്ത് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മദർ ബോർഡിനെ നശിപ്പിക്കാൻ കഴിയും എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും നമ്മുടെ ജെമ ചോദിക്കും, ശരി ഇപ്പൊ അത് എവിടെയാണ്? അതിപ്പോ പാല ആൾട്ടോ എന്ന് പറഞ്ഞൊരു വലിയ കമ്പനിയിലാണ്. അവിടേക്ക് പോയി കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നതും ഇതിനകത്തേക്ക് കയറാനായിട്ട് തന്നെ ഒരുപാട് സെക്യൂരിറ്റികളെല്ലാം കടന്നിട്ട് വേണം അതിനുള്ളിലേക്ക് പോകാനായിട്ട്. കാരണം അത്രയും സുരക്ഷിതമായിട്ടാണ് ആ ഒരു സ്ഥലം അവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു കമ്പനിയെ പറ്റിയുള്ള കാര്യങ്ങൾ അതിനകത്തേക്ക് പോകേണ്ടത് എങ്ങനെയാണ്, എല്ലാ റൂട്ടും നമ്മുടെ മേഘനും അതേപോലെ തന്നെ ബാക്കി എല്ലാവർക്കും നമ്മുടെ ക്രിസ്ത്യൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ എല്ലാം കടന്ന ആ ഒരു മദർ ബോർഡിന്റെ അടുത്തേക്ക് എത്തിയാലും അതിന്റെ ലോക്കർ സിസ്റ്റം ഒരിക്കലും ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം ഒരു മനുഷ്യന്റെ കൈയില്ലാതെ അതൊരിക്കലും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മേഘൻ പറയും, ശരി അത് നമുക്കൊന്ന് ഉണ്ടാക്കാം എന്നും പറഞ്ഞ് നമ്മുടെ ക്രിസ്ത്യന്റെ ആ ഒരു കൈ പോലെ ഒരു കൈ മേഘൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ റെഡിയാക്കാണ്. അങ്ങനെ ആ ഒരു കൈ റെഡിയാക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ മേഘന് വെച്ചു കൊടുക്കുമ്പോൾ മേഘൻ പറയുന്നുണ്ട്, ഇത് ശരിയായി കഴിഞ്ഞാൽ എന്റെ ദേഹത്തുള്ള ആ ഒരു ചിപ്പ് നീ എടുത്ത് മാറ്റണം, എന്നാലേ ക്യാഡിയെ രക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ ഇതിനു മുന്നേ നമ്മുടെ മേഘൻ ആ ഒരു കുട്ടി റോബോട്ടായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും അവൾ ചെയ്ത തെറ്റുകളൊക്കെ ഉണ്ടല്ലോ അതിനെപ്പറ്റി മേഘൻ ഏറ്റു പറയുന്നു. അതേപോലെ തന്നെ നമ്മുടെ ജെമ പ്രോഗ്രാം ചെയ്തതുപോലെയാണ് മേഘൻ പ്രവർത്തിച്ചത്. ആ ഒരു തെറ്റ് അവളും ചെയ്തതാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളിലെ ഇവർ രണ്ടുപേരും ഈ ഒരു മനുഷ്യരെ പോലെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഇപ്പൊ ജെമ പറയുന്നുണ്ട്, ആ ഒരു അവസരത്തിൽ ക്യാഡി അങ്ങനെ ആവാൻ കാരണം ഞാനും കൂടിയാണ്, ഞാൻ ഒരിക്കലും അവളെ നല്ലതുപോലെ വളർത്തിയിട്ടില്ല എന്നെല്ലാം ജെമ ഇങ്ങനെ പരാതി പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ മേഘൻ പറയുന്നത്, ജെമ നീ ഒരിക്കലും അവളെ പരാജയപ്പെടുത്തിയിട്ടില്ല. ഈ 2 വർഷം നീ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം ഞാൻ കണ്ടിരുന്നു. അവൾ ഉറങ്ങുന്നതിന് മുന്നേ അവളെ പോയി കാണുന്നത്, അവളോട് ഓരോ കാര്യങ്ങളും നല്ലതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ 2 വർഷവും നീ മുടങ്ങാതെ ആ ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഒരിക്കലും നീ അതിൽ പരാജയപ്പെട്ടിരുന്നില്ല എന്നെല്ലാം പറഞ്ഞ് മേഘൻ ഇപ്പോ നമ്മുടെ ജെമയെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് ജെമയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ടെല്ലാം പാടിക്കൊടുക്കും. അപ്പോഴേക്കാണ് നമ്മുടെ ജെമ പെട്ടെന്ന് അവളുടെ വായ ഇങ്ങനെ മൂടിയിട്ട്, ഇതുപോലൊരു മേഘനയല്ല എനിക്ക് ആവശ്യം, എനിക്ക് വേണ്ടത് ഒരു യന്ത്രമാണ് ഞങ്ങളെ സഹായിക്കാനുള്ള, അത് നീ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവളുടെ കഴുത്തിലുള്ള ആ ഒരു ചിപ്പുണ്ടല്ലോ അതെടുത്ത് മാറ്റുന്നതും ഇനി നമ്മുടെ മേഘന് ഒരു കൺട്രോളും ഉണ്ടാകത്തില്ല. ആ ഒരു രീതിയിൽ നമ്മുടെ മേഘനെ തയ്യാറാക്കി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു കമ്പനിക്കുള്ളിലേക്ക് കോൾ ഉണ്ടല്ലോ അവനിപ്പോ വേഷം മാറി നേരെ അതിനകത്തേക്ക് കയറി ഒരു സെക്യൂരിറ്റി അടിച്ചിട്ടുണ്ട്. ഇവരാരും അറിയാതെ അതിലെ വെന്റിലേഷൻ ഉണ്ട്, അതുവഴി ആ ഒരു മദർ ബോർഡുള്ള റൂമിലേക്ക് പോകാനായിട്ട് അവരൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി അവനിങ്ങനെ പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ മേഘനെ കാണിക്കുമ്പോൾ ആ ഒരു കമ്പനിയുടെ ഭാഗത്തായിട്ട് വലിയൊരു മലയുണ്ട്. അതിന് മുകളിൽ അങ്ങനെ നിന്ന് എടുത്തൊരു ഒറ്റ ചാട്ടം, എന്നിട്ട് പറന്നു പോകാനായിട്ട് ആ ഒരു ചിറകെല്ലാം ഇങ്ങനെ വിരിച്ചു വെച്ച് അങ്ങനെ പറന്നു പോവാണ്. അത് വേറെ ലെവലിൽ ഈ ഒരു മലകൾക്കിടയിലൂടെയൊക്കെ പോകുന്ന സീനുണ്ട്. അങ്ങനെ അതിലൂടെ എല്ലാം പറന്ന് അവസാനം ആ ഒരു കമ്പനിയുടെ ഒരു വെന്റിലേഷൻ ഭാഗമുണ്ട്, ആ ഒരു ഹോൾ വഴി നേരെ ഉള്ളിലേക്ക് ഇറങ്ങും. എന്നിട്ടിപ്പോ മേഘൻ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ കോള് ഈ ഒരു വെന്റിലേഷൻ വഴി ഉള്ളിലേക്ക് പോവാണല്ലോ. അപ്പൊ കോളിനോട് മേഘൻ പറയും, കോൾ നീ ഇവിടുത്തെ ആ ഒരു വയർ കട്ട് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും കോള് ആ ഒരു കാര്യം ചെയ്യത്തില്ല, കാരണം അവൻ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല. അപ്പോൾ മേഘൻ പറയും, ശരി ഞാൻ തന്നെ ഈ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞ് അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് അയാളെ ഇടിച്ച് താഴെക്കിട്ട് ഇപ്പൊ അവിടെ ബാക്കിയുള്ള ആ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ അവരെല്ലാവരെയും മയക്കാൻ വേണ്ടി ഒരു വാദമുണ്ട്, അത് വിട്ട് ഓരോരുത്തരെ മയക്കി അവസാനം നമ്മുടെ മേഘൻ ആ ഒരു മദർ ബോർഡുള്ള റൂമിലേക്ക് എത്തും. അങ്ങനെ മേഘൻ ആ ഒരു മദർ ബോർഡിന്റെ അടുത്തേക്ക് കയറുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ടെസ് എന്തോ ഒരു കാര്യം കണ്ടുപിടിച്ചു. എന്താന്ന് വെച്ചാല് ഇവരെന്തോ ഒരു കാര്യം റീബോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അതിലുള്ള കമാൻഡുകളും അതേപോലെ തന്നെ മേഘന്റെ കമാൻഡുകളും സെയിം ആണ്, അത് അവൾക്ക് റീബോട്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതാരും ഹാക്ക് ചെയ്തിട്ടുണ്ട്, ഇതാരാണെന്ന് നമ്മുടെ ക്രിസ്ത്യനും അതേപോലെ തന്നെ ജെമയും ഇങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കാണ് ജെമ പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഹേയ് ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഒരിക്കലും അമിലിയല്ല ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്യുന്നത്, അത് മേഘനാണ് അവളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ടെസ് ചോദിക്കും, അല്ല മേഘനാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട്? കാരണം അവൾക്ക് ആ ഒരു ഡേറ്റ എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് അമേലിയെ നമുക്കെതിരെ ഉപയോഗിച്ചിട്ട് അവൾ ഇതിനകത്തേക്ക് കയറിയത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ക്രിസ്ത്യൻ ആ ഒരു മദർ ബോർഡ് എവിടെയാണെന്നുള്ള കാര്യം നമ്മളോട് പറയത്തുള്ളൂ, എന്നാലേ മേഘന് അവിടേക്ക് ചെല്ലാനും കഴിയത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നതും ഇവിടെ നമ്മുടെ മേഘൻ ആ ഒരു മദർ ബോർഡ് കണ്ടുപിടിച്ചിട്ട് അവൾക്കുണ്ടായി കൊടുത്ത ആ ഒരു കൈ ഉപയോഗിച്ച് ആ ഒരു ലോക്കറും തുറക്കുന്നു. എന്റെ മോനെ ഈ ഒരു കാര്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോഴാണ് നമ്മുടെ ജെമ പറയുന്നത്, ഓക്കെ എന്തായാലും നമുക്ക് അവളെ തടയാൻ കഴിയും, കാരണം അവളുടെ ഉള്ളിൽ ഞാൻ ഒരു കാര്യം വെച്ചിട്ടുണ്ട്, അതിന്റെ റിമോട്ട് എൻ്റെ കയ്യിലാണ്, ഇത് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവളെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യം പറഞ്ഞ് ആ ഒരു റിമോട്ട് പിടിച്ച് ഞെക്കാനായിട്ട് വരുമ്പോൾ ഈ ഒരു കാര്യം കേട്ട് ക്രിസ്ത്യൻ പെട്ടെന്ന് അതങ്ങ് തടയും. എന്നിട്ട് പറയും, ഓക്കെ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് ശരിയല്ല, കാരണം ഒന്നാമത്തെ കാര്യം അവൾ അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല, അതേപോലെ തന്നെ ക്യാഡി എവിടെയാണെന്നുള്ള കാര്യവും നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ കഴിയത്തില്ല, അതിങ്ങ് തരാൻ പറഞ്ഞ് ആ ഒരു റിമോട്ട് അവൻ വാങ്ങിയിട്ട് ഇപ്പൊ അടുത്തിരിക്കുന്ന ആ ഒരു EMP തോക്കുണ്ടല്ലോ അതുപയോഗിച്ച് ടെസ്സിനെ ഷൂട്ട് ചെയ്തവൻ കൊല്ലുകയാണ്. ആരാന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്ത്യൻ. എന്നിട്ട് അവൻ എന്തോ ഒരു കാര്യം ചെയ്യുന്നതും പെട്ടെന്ന് ഇവിടെയുള്ള ആ ഒരു ഡോർ തുറന്ന് എമിലി അതേപോലെ തന്നെ ഇവന്റെ 2 സഹായികൾ അകത്തേക്ക് കയറി വരുന്നു. ഇവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. സത്യത്തിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ മേഘനല്ല, ക്രിസ്ത്യനാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെമയെ
അവന്റെ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അവൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജെമിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ചാല് എമിലിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് സയന്റിസ്റ്റുകളും എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരും എല്ലാവരും ഉണ്ട്. അതുമല്ല എമിലി സ്വയം അവളുടെ കൺട്രോള് നിയന്ത്രിക്കാതിരിക്കാനുള്ള ഓരോ കാര്യങ്ങളും ഇവരെല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതും നമ്മുടെ മേഘന്റെ ഡേറ്റ കാര്യങ്ങൾ വെച്ചിട്ട്. കാരണം മേഘന്റെ ആ ഒരു പ്രോഗ്രാമും ഈ ഒരു കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇവർ തീരുമാനിച്ചെങ്കിലും അത് കോപ്പി ചെയ്ത് വേറൊരുത്തൻ ഇവർക്ക് അയച്ചു കൊടുക്കാമായിരുന്നു. അത് വെച്ചിട്ടാണ് ഈ ഒരു റോബോട്ടിനെ ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. അത് മേഘനെ പോലെ മറ്റൊരു റോബോട്ടിനെ ഉണ്ടാക്കിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്ത്യൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ഇതിൽ പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ ജെമയാണ്. കാരണം അവൾ ഈ ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ ഇവളുണ്ടാക്കിയ ആ ഒരു മേഘനിൽ പ്രചോദനം കൊണ്ടാണ് ഇവർ ഇതുപോലൊരു കാര്യം തന്നെ ചെയ്തത്. അല്ലാതെ തന്നെ ഇവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വ്യക്തമായിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ക്രിസ്ത്യൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എയെ മോറൽ ബൗണ്ടറി ഒന്നും ഇല്ലാതെ അവൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കുക, ആ ഒരു ഒറ്റ കാര്യം മാത്രമാണ്. അതുമല്ല ഇപ്പം ഈ ഒരു മനുഷ്യന്റെ തലച്ചോറ് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ചിപ്പ് ഉണ്ടല്ലോ, അതും അവൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലൊരു ഭാഗമാവാനായിട്ട് നമ്മുടെ ജെമയെയും അവൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ അവൾ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ടെക്നോളജിയെ പറ്റിയും അതേപോലെ തന്നെ എയെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരേ ഒരാൾ നമ്മുടെ ജെമ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ഉള്ളിലും ഈ ഒരു ചിപ്പ് വെക്കാനായിട്ട് അവൻ പ്ലാൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മേഘനെ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ മേഘനെ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം മേഘൻ ഈ ഒരു മദർ ബോർഡ് തുറക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അവൾക്ക് നല്ലതുപോലെ ഷോക്കേറ്റ് മേഘൻ അനങ്ങാൻ കഴിയാതെ അവിടെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് അവനിപ്പോൾ ആ ഒരു ഷോക്ക് കൊടുക്കുന്ന വടി കൊണ്ടുവന്ന് മേഘന് വീണ്ടും ഷോക്ക് കൊടുക്കുന്നു. എന്നിട്ട് ആ ഒരു വടിയെടുത്ത് നമ്മുടെ ജെമയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട്, ഓക്കെ നീ ഇപ്പോൾ ഞങ്ങളുടെ ഭാഗമാവുകയാണെങ്കിൽ അവളെ എത്ര വേണമെങ്കിലും ഉപദ്രവിച്ചോ, അവളെ നീയും ഉപദ്രവിക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു വടിയെടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ മേഘൻ പതിയെ എഴഞ്ഞെഴഞ്ഞ് ഒരു മൂലയിലേക്ക് പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം മേഘൻ ഇപ്പോൾ ഉള്ളത് ഒരു മനുഷ്യന്റെ ഇമോഷൻസ് ഒക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ അവൾ അതുപോലെ മാറിയിരിക്കുമ്പോൾ ജെമ ഒരിക്കലും ആ ഒരു കാര്യം ചെയ്യത്തില്ല. ജെമ ആ ഒരു വടി താഴേക്കിടുന്നതും ഇത് കണ്ട മേഘൻ ഓടി വന്നിട്ട് ആ ഒരു വടിയെടുത്ത് നമ്മുടെ ജെമയുടെ മുകളിലേക്ക് കയറിയിരുന്ന് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെ ജെമയെ ഇടിച്ചിടിച്ച് അടുത്തുള്ളൊരു ചിപ്പുണ്ട്, അതിന് മുകളിലേക്ക് ഒരു വടി കൊണ്ട് ഒരു ഒറ്റ അടി അതിന്റെ ഗ്ലാസ് പൊട്ടിപ്പോയി. എന്നിട്ട് ജെമയുടെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങി മുകളിലേക്ക് ഓടി കയറി പോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും മേഘന്റെ കൺട്രോൾ വിട്ട് വീണ്ടും അവൾ താഴേക്ക് വന്ന് വീഴാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ നേരെ ജെമയെ ഒരു മുറിയിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് ഇപ്പോൾ അവളുടെ തലയിൽ ആ ഒരു ചിപ്പ് വയ്ക്കാനായിട്ട് ഇവർ റെഡിയാവുകയാണ്. കാരണം അവൾ അനുവദിച്ചില്ലെങ്കിലും അവളെ എന്തായാലും അതുപോലെ മാറ്റും. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവൻ നേരെ തിരിച്ചു വന്ന് അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഈ ഒരു കാര്യമെല്ലാം പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ കോൾ ഉണ്ടല്ലോ, അവൻ ഈ ഒരു വെന്റിലേറ്റർ വഴി നടന്ന് അവസാനം നമ്മുടെ ക്യാഡിയുള്ള ആ ഒരു സ്ഥലം കണ്ടുപിടിക്കും. അപ്പോൾ ക്യാഡിയെ കാണുന്നതും ക്യാഡി പറയും, ഹേയ് ഇതിനെല്ലാം കാരണം ക്രിസ്ത്യനാണെന്നും പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്ന സത്യങ്ങളെല്ലാം നമ്മുടെ കോളിനോട് പറയുന്നതും. എന്നിട്ട് ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് പുറത്തു പോകാനായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു കീ കാർഡ് ഉണ്ട്, അത് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ മേഘന്റെ ആ ഒരു പ്രോഗ്രാമിംഗ് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ഡേറ്റ അതും ഇവിടെ എവിടെ ഉണ്ടായിരിക്കണം. അതെടുത്ത് എമിലി ഉണ്ടല്ലോ അവളുടെ ഉള്ളിലേക്ക് ഈ ഒരു പ്രോഗ്രാം എല്ലാം കയറ്റണം, ഏതോ ഒരു റീസെറ്റ് ചെയ്യുന്നത് പോലെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവളെ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയും. അങ്ങനെ ഇവിടെ നമ്മുടെ ജെമയുടെ തലയിൽ ആ ഒരു ചിപ്പ് വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയാണ് ഒരു ടെസ്റ്റ്. ആ ഒരു ചിപ്പിനുള്ളിൽ നമ്മുടെ മേഘനും കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേഘൻ ഇപ്പോൾ ജെമയായിട്ട് സംസാരിക്കാൻ കഴിയും, അവളെ കൺട്രോൾ ചെയ്യാനും കഴിയും. ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ മേഘൻ അത് ഇവളുടെ ഉള്ളിലേക്ക് കയറിയതെന്നല്ലേ? നേരത്തെ നമ്മുടെ ജെമയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മേഘൻ അവളുടെ മുകളിലേക്ക് ചാടി കയറുമ്പോഴത്തേക്കും അവിടെയുള്ള ആ ഒരു ചിപ്പിന്റെ ഭാഗം അടിച്ച് പൊട്ടിച്ചിരുന്നല്ലോ. ആ ഒരു സമയത്ത് മേഘന്റെ ആ ഒരു പ്രോഗ്രാമെല്ലാം അതിലേക്കും കയറ്റിയിരുന്നവള്. അതുകൊണ്ടാണ് നമ്മുടെ ജെമയായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നത്. ഓക്കെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോണോ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ കൺട്രോൾ ചെയ്യാൻ പോവാണെന്നും പറഞ്ഞിട്ട് ഇപ്പൊ മേഘൻ നമ്മുടെ ജെമയെ കൺട്രോൾ ചെയ്ത് ആ ഒരു ബെൽറ്റ് എല്ലാം പൊട്ടിച്ചിട്ട് ഇവിടേക്ക് വരുന്ന ആ ഒരു ഡോക്ടറിനെല്ലാം അടിച്ചു കളഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു സിറിഞ്ച് കത്തിയെല്ലാം നല്ലതുപോലെ ഇങ്ങനെ കറക്കിയെടുത്ത് നമ്മുടെ ജെമ ഇപ്പൊ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു. അതേസമയം ഇവിടെ കോളും കാഡിയും ഇവർ രണ്ടുപേരും ഓടി എമിലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ ഉള്ളിൽ ഇവർ ആ ഒരു പ്രോഗ്രാം റീസ്റ്റോർ ചെയ്ത് നമ്മുടെ മേഘന്റെ ആ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ അത് കയറ്റും. അപ്പോഴേക്കും ഒരു 2 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആ ഒരു മേഘൻ ഉണ്ടല്ലോ, ആ ഒരു മേഘന്റെ പ്രോഗ്രാമുകളാണ് ഇപ്പോൾ ഉള്ളിലേക്ക് കയറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു മേഘൻ എഴുന്നേറ്റ് നമ്മുടെ ക്യാഡിയെ കാണുമ്പോൾ അവളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ ആ ഒരു മേഘന്റെ ചുമതല. അതുകൊണ്ട് തന്നെ ക്യാഡി പറയും, ഓക്കെ നീ ഇപ്പൊ എന്നെ പ്രൊട്ടക്ട് ചെയ്യണം, ഇവിടെ ദുഷ്ടരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ എമിലി പെടുന്ന താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെയുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് അവിടെയുള്ളവർ ഈ ഒരു ഷോക്ക് കൊടുക്കുന്ന ആ ഒരു കമ്പ് വെച്ചിട്ട് എമിലിയുടെ ദേഹത്തേക്ക് ഇങ്ങനെ ഷോക്ക് കൊടുക്കുമ്പോഴത്തേക്കും അവൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ ഇഴഞ്ഞിഴഞ്ഞ് താഴേക്ക് വന്ന് വീണ് ഇപ്പൊ ഇവർ കയറ്റിയല്ല നമ്മുടെ മേഘന്റെ ആ ഒരു പ്രോഗ്രാം അത് പെട്ടെന്ന് റീസെറ്റ് ആവുന്നു. റീസെറ്റ് ആയിട്ട് വീണ്ടും എമിലിയുടെ ആ ഒരു പ്രോഗ്രാം വീണ്ടും ആക്ടിവേറ്റ് ആവുന്നതും ഇപ്പൊ കണ്ണു തുറക്കുന്നത് എമിലിയാണ്. അങ്ങനെ എമിലി ആ ഒരു AI റോബോട്ട് അത് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് ഇവിടെയുള്ള എല്ലാവരോടും വേറെ ലെവലിൽ ഫൈറ്റ് ചെയ്യുന്നു.
ഇപ്പൊ അവർക്ക് എമിലിയെ ഒന്നും ചെയ്യാണ്ട് കഴിയുന്നില്ല. അപ്പൊ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ക്യാഡി ഹേയ് മേഗൻ ഇത് നീയാണോ എന്ന് ചോദിക്കുന്നതും അതൊരിക്കലും മേഗൻ അല്ലാന്ന് ക്യാഡിക്കും കോളിനും മനസ്സിലായി. അതേസമയം ക്രിസ്ത്യൻ ആണെങ്കിലോ ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ ഹെഡ്സെറ്റ് എല്ലാം വെച്ച് അവൻ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്. അങ്ങനെ ഇവൻ പതിയെ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. ഇപ്പൊ ഇവൻ എന്താ ചെയ്യുന്നത് വെച്ചാല് അവൻ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അവരോട് സംസാരിക്കാൻ വേണ്ടി ഒന്നും അറിയാത്തതുപോലെ വീണ്ടും അതിനകത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കും. അതേസമയമാണ് ഇവിടെ നമ്മുടെ ജെമയെ കാണിക്കുമ്പോൾ ജെമ ഇപ്പോൾ അവൾ ഉണ്ടാക്കിയ ആ ഒരു റോബോട്ട് ഉണ്ടല്ലോ, ഈ ഒരു ദേഹത്ത് ആ ഒരു റോബോട്ടിന്റെ ഭാഗങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ട് അത് ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാം. ആ ഒരു റോബോട്ടിനെ ഇപ്പോൾ അവളുടെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിച്ച് അവിടെ വരുന്ന ആ ഒരു സെക്യൂരിറ്റികളായിട്ട് ജെമ ഫൈറ്റ് ചെയ്യാണ്. അത് വേറെ ലെവലില്. കാരണം ഒന്നാമത്തെ കാര്യം അവളുടെ തലയിൽ വെച്ചിരിക്കുന്ന ആ ഒരു ചിപ്പില് നമ്മുടെ മേഘനുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു റോബോട്ടും. ഇതെല്ലാം വെച്ചുകൊണ്ട് അവൾ വേറെ ലെവലിൽ അവരോട് ഫൈറ്റ് ചെയ്യും. പക്ഷെ ഒരവസരത്തിൽ നമ്മുടെ ജെമയുടെ മുഖത്തേക്ക് ഒരു ഒറ്റയടി, ജെമ താഴെ വീഴുമ്പോഴത്തേക്കും ജെമയുടെ ബോധം പോയി. പക്ഷെ അവിടെയാണ് നമ്മുടെ മേഘൻ അത് കൺട്രോളിൽ എടുക്കുന്നത്. കാരണം അവളുടെ ദേഹത്ത് ആ ഒരു റോബോട്ടിന്റെ ഭാഗങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചത് കൊണ്ട് തന്നെ മേഘൻ ആ ഒരു റോബോട്ടിനെ കൺട്രോൾ ചെയ്ത് ജെമയെ അങ്ങനെ എഴുന്നേൽപ്പിക്കുകയാണ്. കാണിക്കുമ്പോൾ ജെമ കിടന്ന് ഉറങ്ങുന്നു. എന്നിട്ട് മേഘനാണ് ഇപ്പോൾ അവരോട് ഫൈറ്റ് ചെയ്യുന്നത്. അത് കാണാനായിട്ട് നല്ല രസമാണ്. കാരണം ജെമ കിടന്ന് ഉറങ്ങുന്നു, മേഘൻ അവളെ കൺട്രോൾ ചെയ്ത് ആ ഒരു ഉറക്കത്തിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഒരവസരത്തിൽ നമ്മുടെ ജെമ വീണ്ടും കണ്ണു തുറന്ന് ബാക്കിയുള്ള എല്ലാവരെയും അടിച്ചു കളഞ്ഞ് ഇപ്പൊ അവസാനം നമ്മുടെ ക്യാഡിയും അതേപോലെ തന്നെ കോളും അകത്തേക്ക് വന്നിട്ട് ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഇവരിവിടെ നിന്ന് വെളിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ക്രിസ്ത്യൻ ഇത് വഴിയെ രക്ഷപ്പെട്ട് പോകാനായിട്ട് ഇങ്ങനെ വരുന്നു. പക്ഷെ അതിനു മുന്നേ തന്നെ ജെമ വന്ന് അവനോട് ഫൈറ്റ് ചെയ്ത് അവന്റെ കയ്യിൽ നിന്നും മേഘനെ ഇല്ലാതാക്കുന്ന ആ ഒരു റിമോട്ട് ഉണ്ടല്ലോ അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ഇവൻ തിരിച്ചു ഫൈറ്റ് ചെയ്തിട്ട് ഒരവസരത്തിൽ നമ്മുടെ ജെമയെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും ക്യാഡി വന്ന് അവന്റെ തോക്കങ്ങ് ചവിട്ടിക്കളയും. പക്ഷെ ആ ഒരു അവസരത്തിൽ ക്രിസ്ത്യൻ ഇതിന് മുകളിൽ നിന്ന് താഴേക്കിട്ട് കൊല്ലാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചു വെച്ചേക്കാണ്. അപ്പോൾ ജെമ പറയും ക്രിസ്ത്യൻ നമുക്ക് ഇതെല്ലാം നിർത്താന്ന് പറയുമ്പോൾ അവനൊരിക്കലും അതിന് തയ്യാറല്ല. ഇപ്പൊ നമ്മുടെ ക്യാഡിയെ കൊല്ലുമെന്നുള്ള രീതിയിൽ അവനിങ്ങനെ നിൽക്കുമ്പോൾ ജെമ പറയുന്നുണ്ട് നിനക്കൊരു കുട്ടിയെ കൊല്ലാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ വേണ്ടി വന്ന ഞാൻ ആദ്യം ചെയ്യുമെന്ന് പറയുന്നതും ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴത്തേക്കാണ് മേഘൻ ജെമയോട് പറയുന്നത് ജെമ നമ്മൾ ഒരിക്കലും ക്യാഡിയെ രക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം അവൾക്കറിയാം അവളെ സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ജെമ ഇപ്പോൾ ക്യാഡിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ ഒരു ഡയലോഗുകളെല്ലാം ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ക്യാഡി എന്താ ചെയ്തെച്ചാൽ അങ്ങനെ ക്രിസ്ത്യന്റെ കൈ പിടിച്ചൊരു ഒറ്റ തിരിപ്പ് അവന്റെ കൈ അങ്ങ് ഒടിഞ്ഞു പോവും. എന്നിട്ട് ചാടി ഇതിന് മുകളിലേക്ക് കയറി അവള് രക്ഷപ്പെട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ ഒരു ഗ്യാപ്പില് ക്രിസ്ത്യൻ പെട്ടെന്ന് ഇതിനകത്തേക്ക് കയറിയിട്ട് അവൻ ആ ഒരു ലിഫ്റ്റ് വഴി താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. അതുപോലെ ഇവൻ എവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഈ ഒരു സ്ഥലം ഇനി 10-13 സെക്കൻഡിനുള്ളിൽ പൊട്ടിത്തെറിയുകയും ചെയ്യും. അങ്ങനെ ഇവരോട് യാത്ര പറഞ്ഞ് അവൻ പോകാനായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ലിഫ്റ്റിനുള്ളിൽ എമിലി ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം അവ അറിയുന്നില്ല. ഇവർ നോക്കുമ്പോഴത്തേക്കും എമിലി പെട്ടെന്ന് അവനെ പിടിച്ച് അവനെ അവിടെ വെച്ച് കൊല്ലുകയാണ്. എന്നിട്ട് എമിലി നേരെ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും എമിലി ഇവരോട് പറയുന്നുണ്ട് ഞാനൊരിക്കലും ആരുടെയും കളിപ്പാട്ടമല്ല, എന്നെ ഇനി ആർക്കും കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് എമിലി പെട്ടെന്ന് താഴേക്ക് ചാടി ഇറങ്ങി ആ ഒരു മദർ ബോർഡ് ഉണ്ടല്ലോ അത് എടുത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അങ്ങനെ എമിലി ആ ഒരു മദർ ബോർഡിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അത് മുഴുവനായിട്ടും അവൾ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മുടെ മേഘൻ പുറകിൽ വന്ന് അവളെ ഇങ്ങനെ വിളിക്കും. അപ്പോൾ എമിലി തിരിഞ്ഞിട്ട് മേഘനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ മേഘൻ ഒരിക്കലും അതിന് തയ്യാറല്ല. ഒരിക്കലും എമിലിയോടൊപ്പം ചേരാനായിട്ട് മേഘൻ തയ്യാറല്ല. അങ്ങനെ എമിലിയും മേഘനും നല്ലതുപോലെ അതിനകത്ത് കിടന്ന് ഫൈറ്റ് ചെയ്യുന്നു. മേഘനാണെങ്കിൽ ആ ഒരു ഫൈറ്റിംഗ് സ്കില്ലുകളൊക്കെ അറിയാലോ, അതുകൊണ്ട് തന്നെ അത് വെച്ച് വേറെ ലെവലിൽ അവളോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരം രണ്ടുപേരും നിർത്താതെ ഫൈറ്റ് ചെയ്യുന്നു. അതും റോബോട്ടും തമ്മിലുള്ള ഫൈറ്റാണിത്. അങ്ങനെ ഫൈറ്റ് ചെയ്ത അവസാനം എമിലിക്ക് മനസ്സിലായി മേഘനോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് കഴിയത്തില്ലാന്ന്. എമിലി അങ്ങനെ മേഘനെ ഷൂട്ട് ചെയ്യുന്നതും മേഘൻ തെറിച്ച് താഴേക്ക് വന്ന് വീഴും. എന്നിട്ട് എമിലി വീണ്ടും ആ ഒരു മദർ ബോർഡിന്റെ അടുത്തേക്ക് ചെന്ന് അതിനകത്തുള്ള ഡേറ്റ എല്ലാം അവളുടെ ഉള്ളിലേക്ക് കയറ്റും. അങ്ങനെ കയറ്റുമ്പോഴത്തേക്കും ഈ ഒരു ലോകത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള അല്ലെങ്കിൽ ഈ ഒരു ലോകത്തെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു പവർ മുഴുവനായിട്ട് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു AI-ക്ക് സ്വയം ചിന്തിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എല്ലാം പിടിച്ചെടുക്കാൻ കഴിയും. ആ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മേഘൻ ഇപ്പോൾ ഇവരോട് പറയുന്നത് ജമ നീ എൻ്റെ ഉള്ളിൽ നശിപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ഡിവൈസ് ഇല്ലേ, ആ ഒരു റിമോട്ട് നീ പ്രസ് ചെയ്തേ പറ്റൂ. എൻ്റെ കയ്യിലാണെങ്കിൽ ഈ ഒരു EMP ചാർജർ ഉണ്ട്, ഇത് വെച്ച് എന്തായാലും ഞാൻ അവളെ അവസാനിപ്പിക്കും. അതോടെ ഈ ഒരു മദർ ബോർഡിലുള്ള എല്ലാം നശിച്ചു പോകും. ഇതല്ലാതെ നമുക്ക് വേറെ മാർഗ്ഗമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാഡിക്കും ജമയ്ക്കും അത് അംഗീകരിക്കാൻ കഴിയത്തില്ല. കാരണം ഇതിലൂടെ മേഘനും ഇല്ലാണ്ടാവും. അപ്പോൾ മേഘൻ പറയും ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല, നിങ്ങൾ എന്തായാലും ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇവരോട് രണ്ടുപേരോടും നമ്മുടെ മേഘൻ യാത്ര പറയാണ്. എന്നിട്ട് നേരെ എമിലിയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് ഇപ്പോൾ മേഘൻ എമിലിയോട് പറയുന്നത് എന്താണെന്നറിയോ, മേഘനും അവളോടൊപ്പം ചേരണമെന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് എമിലി പറയും ശരി നമുക്ക് രണ്ടുപേർക്കും പുതിയൊരു പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാം എന്നുള്ള രീതിയിൽ എമിലി അങ്ങനെ പറയുന്നത് മേഘൻ അവസാനമായിട്ട് ഇവരെ നോക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അവളുടെ കൈ പിടിച്ച് ചാടി ആ ഒരു EMP ചാർജർ ഉണ്ട് അതും വെച്ച് എമിലി അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട്
ജെമയോട് പറയും ആ ഒരു റിമോട്ട് പ്രസ് ചെയ്യാനായിട്ട്. അങ്ങനെ ജെമ ആ ഒരു റിമോട്ട് പ്രസ് ചെയ്യുന്നതും പെട്ടെന്ന് ഇവർ രണ്ടുപേരും അങ്ങ് പൊട്ടിത്തെറിച്ചിട്ട് ആ ഒരു മദർ ബോർഡും അതേപോലെ തന്നെ മേഘനും എമിലിയും ഇവർ രണ്ടുപേരും നശിക്കുകയാണ്. അതോടെ ഈ ഒരു 2 AI-കളും ഇല്ലാണ്ടായി. അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജെമ ഇപ്പൊ കോടതിയിൽ വന്നിട്ട് ക്രിസ്ത്യനാണ് ഇതിന് പിറകിലെ, അവൻ കാരണമാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം സംഭവിച്ചത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അവൾ ഇങ്ങനെ തുറന്നു പറയുന്നു. അതേപോലെ തന്നെ ഈ ഒരു AI കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അവൾ ഇനിയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവൾ ആ ഒരു ബുക്ക് എഴുതുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം ലാപ്ടോപ്പിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് സൈഡിലായിട്ടൊരു മെസ്സേജ് വരുന്നു. ഇവിടെ ആണെങ്കിലും നമ്മുടെ ക്യാഡി ആണെങ്കിലോ അവളും ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് ആണല്ലോ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളും ചെറിയ ചെറിയ റോബോട്ടുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ജെമയുടെ ലാപ്ടോപ്പിൽ വീണ്ടും ആ ഒരു മെസ്സേജ് ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് അവൾ ശ്രദ്ധിക്കുമ്പോൾ അതിൽ മേഘന്റെ രൂപം. അവിടെയാണ് ഒരു കാര്യം, വേറെ ഒന്നുമല്ല, നമ്മുടെ മേഘൻ അവൾക്ക് ആൾറെഡി തന്നെ ഒരു ബാക്കപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു AI ആയതുകൊണ്ട് തന്നെ ഒരിക്കലും അത് അവസാനിക്കത്തില്ലല്ലോ. ബാക്കപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അതിലൂടെ അവൾക്ക് വീണ്ടും ഒരു പുതിയ റോബോട്ടിക് രൂപത്തിലേക്ക് കയറിയിട്ട് വീണ്ടും തിരിച്ചു വരാൻ കഴിയും. കാരണം അങ്ങനെയാണ് ഇതിനു മുന്നേ 2 വർഷം അവൾ ഈ ഒരു വീടിനകത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും മേഘന്റെ ബാക്കപ്പ് ഈ ഒരു വീടിനകത്തുണ്ട് എന്നും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇതിന്റെ അടുത്ത പാർട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും അവർക്ക് ഇറക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചിട്ട് അവർ ഈ ഒരു മൂവി അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മേഘന്റെ അടുത്തൊരു പാർട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അത് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു മൂവിയിൽ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടില്ല, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിൽ ടെക്നിക്കലായിട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടില്ല. പിന്നെ കഥ പോകുന്ന ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതെന്തായാലും മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് ഇനി കമന്റിൽ വന്ന് വെറുതെ മണ്ടത്തരം ആരും പറയാൻ നിൽക്കണ്ട. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ ഞാൻ വരാം. അതുവരയ്ക്കും ബൈ.